ചെയ്തത്. അപ്പൊ ഇവിടെയുള്ള എല്ലാ ഓപ്ഷൻസും ഓൺ ആക്കി വെക്കുന്നതായിരിക്കും നന്നാവുക. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇതെല്ലാം ഓപ്ഷൻസും ഓൺ ആക്കി വെച്ചാൽ എല്ലാ ടൈപ്പ് ഒബ്ജക്റ്റും അതിനകത്ത് വരും. ഓക്കെ, അത്രയേ ഉള്ളൂ സെലക്ട് ബൈ നെയിം. Then next one, അടുത്തത് സെലക്ഷൻ റീജിയൻ ആണ്. മൂന്നാമത്തെ ടൂളിന്റെ പേരാണ് സെലക്ഷൻ റീജിയൻ. സെലക്ഷൻ റീജിയൻ എന്ന് പറയുമ്പോൾ ഞാനിപ്പോ ടോപ്പ് വ്യൂ ആണ് എടുത്തു വെച്ചത്. ജസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പൊ സെലക്ട് ചെയ്യുന്ന റീജിയന്റെ ഷേപ്പ് എന്താ? ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കോർണർ വെച്ച് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ റീജിയന്റെ ഷേപ്പ് എന്ന് പറയുന്നത് റെക്ടാംഗിൾ അല്ലേ? ഹലോ, റെക്ടാംഗിൾ ആണ്. അപ്പൊ അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമത്തത് എടുത്തു കഴിഞ്ഞാൽ എന്താ അതിന്റെ ഷേപ്പ്, ബോർഡറിന്റെ ഷേപ്പ് കണ്ടോ? സർക്കുലർ ആണ്. ഓക്കെ, ദെൻ അത് വീണ്ടും ക്ലിക്ക് ചെയ്ത് പിടിച്ച് അതിന് താഴോട്ടേക്ക് വന്നിട്ട് അടുത്തത് എടുത്താൽ ഫെൻസ് ആണ്. ഫെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വരച്ചു പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇതിന് ഇങ്ങനെ അങ്ങനെ കൊടുത്തിട്ട് ഇതിനെ ക്ലോസ് ചെയ്തു അല്ലെ? അത് വരച്ചു പോയി കൊടുത്തിട്ടുള്ളത് മാത്രമല്ലേ സെലക്ഷനിൽ വന്ന്. ഓക്കെ, അതാണ് ഫെൻസ് സെലക്ഷൻ. ഫെൻസ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വരച്ചു പോകുന്ന ഭാഗത്തൂടെ സെലക്ട് ചെയ്യാം. ലാസോ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്തു ജസ്റ്റ് ഇങ്ങനെ വിട്ടു. കണ്ടോ, ഇവിടെ വിട്ട് കഴിഞ്ഞാലും ആ സെലക്ഷൻ റീജിയൻ വരെ ഉള്ളത്. ഫോട്ടോഷോപ്പ് ചെയ്ത് അതെ, ഫെൻസ് ക്ലോസ് ചെയ്യണം. ലാസോ സെലക്ഷൻ ആണ് ക്ലോസ് ചെയ്യേണ്ട. ഓട്ടോമാറ്റിക് അത് ക്ലോസ് ആണ്. അതെ, ഫോട്ടോഷോപ്പിലുള്ള സെയിം സാധനം തന്നെ. ഫോട്ടോഷോപ്പിന്റെ അത് നമ്മൾ ഉപയോഗിക്കുന്ന ലാസോ ടൂളും പോളിഗണൽ ലാസോ ടൂൾ, രണ്ട് ടൂൾസ് ഇല്ലേ, അറിയോ? അതെ, ആ രണ്ട് ടൂളും തന്നെയാണ് ഇവിടെ. പോളിഗണൽ ലാസോ ടൂൾ എന്ന് പറയുന്നതിന്റെ പേരൊന്ന് മാറ്റി ഫെൻസ് എന്നാണ് അതിന്റെ പേര്. അത്രേ ഉള്ളൂ. പോളിഗണൽ ലാസോ ടൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ജസ്റ്റ് നമ്മൾ ഏതിലാണോ വരച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്ന ആ കട്ട് ചെയ്യുന്നതിന്റെ ബോർഡറിൽ കൂടെ നമ്മൾ പിക്ക് ചെയ്യുന്ന ബാക്കിയുള്ള ഇങ്ങനെ സെലക്ട് ആവുന്നല്ലേ, അത് തന്നെയാണ് ഇവിടുത്തെ ഫെൻസ്. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ലാസോ ടൂൾ കഴിഞ്ഞാൽ ലാസ്റ്റ് വൺ പെയിന്റ് സെലക്ഷൻ ആണ്. പെയിന്റ് സെലക്ഷൻ എന്ന് പറഞ്ഞാല് ഇതിൽ ഇപ്പൊ എന്റെ കയ്യിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിന് ഇതാ ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പെയിന്റ് അടിക്കുന്ന പോലെ സെലക്ട് ചെയ്യാം. അത്രയുള്ളൂ. ഇതാണ് റീജിയൻ. നമ്മൾ സെലക്ട് ചെയ്യുന്ന റീജിയൻ എങ്ങനെ വേണം എന്നുള്ളതാണ് ആ സെലക്ഷൻ റീജിയൻ എന്ന ഓപ്ഷൻ. നോർമലി നമ്മൾ കേസിൽ ഉപയോഗിക്കുന്നത് റെക്ടാംഗുലർ തന്നെയായിരിക്കും ഫസ്റ്റ് വൺ. ഇത് വേറെ സെലക്ഷൻ പ്രോപ്പർട്ടി മാത്രമാണോ ഉള്ളത്, കളർ ചേഞ്ചിങ് പ്രോപ്പർട്ടി ഉണ്ടോ ഇതിന്, ഈ സെലക്ഷൻ ടൂളിന്? ഇല്ല, വെറും സെലക്ഷൻ മാത്രം. സെലക്ഷൻ മാത്രം, വേറെ ഒന്നുമല്ല. ഓക്കെ, അതങ്ങനെ ജസ്റ്റ് പെയിന്റ് സെലക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെന്നുള്ളൂ. അതൊന്നും എടുക്കാറേ ഇല്ല. എങ്കിലും ജസ്റ്റ് അഥവാ നമുക്ക് ഇനി ഓരോന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്നിനെ പോയിട്ട് ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ പിടിച്ചിട്ട് അടുത്തതിനെ സെലക്ട് ചെയ്യുക, കൺട്രോൾ പിടിച്ച് നെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്താലും സെലക്ട് ആവുമല്ലോ. നോർമലി നമ്മൾ സെലക്ട് ചെയ്യാറില്ല. ഒന്നോ രണ്ടോ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാനാണെങ്കിൽ രണ്ടെണ്ണത്തിന് സെലക്ട് ചെയ്യണമെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്തു, കൺട്രോൾ പിടിച്ചിട്ട് അടുത്തത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മൾട്ടിപ്പിൾ സെലക്ഷൻ മതി. അത് മതി. അപ്പൊ നമുക്ക് അതിന് ഈ പെയിന്റ് സെലക്ഷന്റെ ആവശ്യമൊന്നുമില്ല. സാധാ റെക്ടാംഗുലർ സെലക്ഷനും ഏത് സെലക്ഷനും മതി. പക്ഷെ എപ്പോഴും നല്ലത് നമുക്ക് റെക്ടാംഗുലർ സെലക്ഷൻ തന്നെയായിരിക്കും. അതായിരിക്കും ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓട്ടോകാഡ് അറിയുന്ന ആളല്ലേ, ഓട്ടോകാഡിൽ എപ്പോഴും നമ്മൾ ഈ രീതിയിലല്ലേ സെലക്ട് ചെയ്യാറ്. അതെ, അപ്പൊ റെക്ടാംഗുലർ സെലക്ഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു ക്യൂ എന്ന സെലക്ഷൻ ഷോർട്ട് കീ. ഇപ്പം ഇവിടെ നോക്കുന്ന സമയത്ത് ഇത് ഓൺ ആയിട്ട് നിൽക്കുന്നത് മൂവ് എന്ന ടൂളാണ്. അതുകൊണ്ടല്ലേ ഇവിടെ ഒബ്ജക്റ്റ് കാണുമ്പോൾ തന്നെ ഇവിടെ കുറെ ആരോസ് ഒക്കെ കാണാം അല്ലെ, വ്യൂ പോർട്ടില്. അപ്പൊ മൂവിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നമുക്ക് മൂവിലല്ല വേണ്ട, സെലക്ഷനിലേക്ക് മാറ്റണം. ഒറ്റയടിക്ക് നോക്കാം, ഇതിലേക്ക് പോകണം. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുന്നില്ല, മൗസിന്റെ കേഴ്സർ കുറച്ച് താഴോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഷോർട്ട് കീ മാത്രം ക്ലിക്ക് ചെയ്യാണ്. ക്യൂ ആണ് ഷോർട്ട് കീ. ക്യൂ ഓട്ടോമാറ്റിക്കലി പോയത് കണ്ടോ, സെലക്ഷനിലേക്ക് വന്നു. വീണ്ടും ക്യൂ തന്നെ അടിച്ചു നോക്കണം മൂന്നാമത്തെ ടൂളിന്റെ ഭാഗത്ത് വരുന്ന ചേഞ്ച്. നേരത്തെ റെക്ടാംഗുലർ ആയിരുന്നുള്ളത്, ഇപ്പൊ അതിന്റെ ഷേപ്പ് അവിടെ മാറിയിട്ട് കാണുന്നുണ്ടോ? ഇവിടെ ഇത് സർക്കുലർ ആണുള്ളത്. വീണ്ടും ക്ലിക്ക് ചെയ്തപ്പോ ഫെൻസിന്റെ ഐക്കൺ ആണുള്ളത്.
ലാസോ സെലക്ഷൻ ഐക്കൺ ആണുള്ളത്. പെയിന്റ് ഒന്നും കൂടി ക്ലിക്ക് ചെയ്തപ്പോ റെക്ടാംഗിൾ. അപ്പൊ അത് Q ഇതിനകത്തുള്ള തന്നെ. ഷോർട്ട് കീ ക്യൂ ആണ്. ക്യൂ ക്യൂ തന്നെ. എന്താണ് ചോദിച്ചത്? അല്ല, നമ്മള് മൂവ് ടൂളിലാണ് ആക്റ്റീവ് ആയിട്ടുള്ളതെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്യൂ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെലക്ഷൻ ഫിൽട്ടർ കീയിലാണ്, ഇതിലാണ് സെലക്ട് ഒബ്ജക്റ്റിലാണ് പോകുന്നത്. സെലക്ട് ഒബ്ജക്റ്റിലാണ് പോകുന്നത്. അതെ, സെലക്ട് ഒബ്ജക്റ്റിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. മൂവില് തന്നെയല്ല, ഇതിപ്പോ റൊട്ടേറ്റിലാണല്ലേ, ഇതിപ്പോ സ്കെയിലാണുള്ളത്. അപ്പൊ റൊട്ടേറ്റ് എന്നായാലും സെലക്ഷനിലേക്ക് ഒറ്റയടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതാ ക്യൂ അടിച്ചു കഴിഞ്ഞാൽ ആദ്യം സെലക്ഷനിലേക്ക് പോകാം. ഫസ്റ്റത്തെ ക്യൂ ക്ലിക്ക് എന്ന് പറയുന്നത് സെലക്ഷനിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ്. ആ മാറിയതിന് ശേഷം സെലക്ഷനിൽ തന്നെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ വീണ്ടും ക്യൂ അടിച്ചു കൊടുക്കുന്നത് വെച്ചാൽ സെലക്ഷൻ റീജിയൻ ആണ് അതിന് മാറുന്നത്. ഓക്കെ. ദെൻ അതിന് തൊട്ടടുത്ത നാലാമത്തെ ടൂൾ എന്ന് പറയുന്നത് സെലക്ഷൻ തന്നെ രണ്ട് ടൈപ്പിൽ സെലക്ട് ചെയ്യാറുണ്ട്. വിൻഡോ സെലക്ഷനും ക്രോസ് സെലക്ഷനും. കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. വിൻഡോ സെലക്ഷൻ ആൻഡ് ക്രോസ് സെലക്ഷൻ. ഓട്ടോകാഡിൽ ഉണ്ട് വിൻഡോ സെലക്ഷനും ക്രോസ് സെലക്ഷനും. പേര് കേട്ടിട്ടുണ്ടോ? ക്രോസ് സെലക്ഷൻ നമ്മൾ ഡ്രാഗ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രം. അതെ, ക്രോസ് സെലക്ഷൻ എന്ന് പറഞ്ഞാല് ഓട്ടോകാഡ് അറിയുന്ന ആൾ തന്നെയല്ലായിരുന്നു? അതെ അതെ, പേര് അത്ര ഫെമിലിയർ അല്ല. അതെ അതെ, പേര് ക്ലിയർ അല്ല എന്നുള്ളത് നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. ഒന്നുമില്ലെങ്കിലും ചെയ്യുന്ന സമയത്ത് ഓട്ടോകാഡിൽ നമ്മളിതാ ലെഫ്റ്റ് ഭാഗത്തു നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ ഒരു ഗ്രീൻ കളറിലാണ് സെലക്ഷന്റെ റീജിയൻ വരാറ്. അതിനെയാണ് നമ്മൾ ക്രോസ് സെലക്ഷൻ എന്ന് പറയാം. അതേസമയം റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ബ്ലൂ കളറിലാണ് വരാറ്. അതാണ് വിൻഡോ സെലക്ഷൻ. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചിലപ്പോൾ ഓൾറെഡി നമ്മൾ ഓട്ടോകാഡിൽ നമുക്ക് അറിയാൻ മതിയോ. ഗ്രീൻ സെലക്ഷൻ ആണെങ്കിൽ അതെ, ഫുൾ ഒബ്ജക്റ്റ് സെലക്ട് ആവും. തിരിച്ച് വിൻഡോ സെലക്ഷൻ ആണെങ്കിൽ ജസ്റ്റ് കംപ്ലീറ്റ് ഒബ്ജക്റ്റ് സെലക്ഷൻ സെറ്റിന്റെ ഉള്ളിൽ വന്നെങ്കിൽ മാത്രം, ടച്ച് ചെയ്തു പോകുന്നത് ഒന്നും സെലക്ട് ആവില്ല. കംപ്ലീറ്റ് ഒബ്ജക്റ്റും ഈ സെലക്ഷൻ റീജിയന്റെ ഉള്ളിൽ വന്നെങ്കിൽ മാത്രമേ അത് സെലക്ട് ആവുള്ളൂ. ഇതല്ലേ വിൻഡോ സെലക്ഷൻ. അത് ഇവിടെ 3ds Maxന്റെ അകത്ത് നമ്മൾ ഡയറക്ഷൻ അല്ല അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഇവിടെ ഉള്ള ടൂളാണ്. നാലാമത്തെ ടൂള് കാണാൻ. ഇത് ഓൺ ആണെങ്കിൽ അതിന്റെ അർത്ഥം വിൻഡോ സെലക്ഷൻ. ഇത് ബ്ലൂ കളറിൽ കാണുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അത് വിൻഡോ സെലക്ഷൻ ആണ്. അത് ഒന്നും കൂടി ക്ലിക്ക് ചെയ്തിട്ട് അത് കളർ കാണുന്നില്ല, ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് ക്രോസ് സെലക്ഷൻ ആണ്. ക്രോസ് സെലക്ഷനിൽ വരുമ്പോൾ ജസ്റ്റ് നോക്കുക, ഈ ഒരു ഒബ്ജക്റ്റ് വേണ്ട, ഒരു ഒബ്ജക്റ്റിനെ മാത്രം കാണിക്കുക. ഈ ഒരു ഒബ്ജക്റ്റ് ടച്ച് ചെയ്തു പോകുന്നേ ഉള്ളൂ. ടച്ച് ചെയ്തു പോയിട്ടേ ഉള്ളൂവെങ്കിലും അത് സെലക്ട് ആയിട്ടുണ്ട്. അതേസമയം ഇത് ഓൺ ആണെങ്കിൽ, വിൻഡോ സെലക്ഷനിലാണെങ്കിൽ ഇത് ടച്ച് ചെയ്ത് പോയോണ്ട് അത് സെലക്ട് ആവുന്നുണ്ടോ? ഇല്ലല്ലോ. ഏത് ഭാഗത്ത് നിന്ന് എങ്ങനെ എടുത്താലും ടച്ച് ചെയ്തെന്ന് വെച്ചാൽ അത് സെലക്ട് ആവില്ല. കംപ്ലീറ്റ് ഒബ്ജക്റ്റും സെലക്ഷൻ സെറ്റിന്റെ ഉള്ളിൽ തന്നെ വരണം. ഓക്കെ, അത്രയേ ഉള്ളൂ അതിന്റെ കാര്യം. അപ്പൊ ഓർത്ത് വെക്കുക, ഓൺ ആണെങ്കിൽ, അതായത് ബ്ലൂ കളറിലാണ് അത് കാണുന്നത് വെച്ചാല് അധികവും നമ്മൾ എല്ലാ കീയും ഓൺ ആക്കുന്ന സമയത്താണ് ബ്ലൂവിൽ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓൺ ആണെങ്കിൽ എന്ന് പറയുന്നത്. ഓൺ ആണെങ്കിൽ അത് വിൻഡോ സെലക്ഷൻ ആണ്, ഓഫ് ആണെങ്കിൽ അത് ക്രോസ് സെലക്ഷൻ ആണ്. ഓക്കെ, ഇത്രയാണ് നമ്മളെ സെലക്ഷൻ സെറ്റ് എന്ന് പറയുന്നത്. സെലക്ഷൻ ടൂൾസ് ആണ് ഇത്രയും നമ്മൾ പറഞ്ഞത്. സെലക്ഷൻ ഫിൽറ്റർ, സെലക്ട് ഒബ്ജക്റ്റ്, സെലക്ട് ബൈ നെയിം, സെലക്ഷൻ റീജിയൻ ആൻഡ് വിൻഡോ ഓർ ക്രോസ് സെലക്ഷൻ. ഓക്കെ, അടുത്ത 3 ടൂൾസ്, ഇതിന്റെ തൊട്ടടുത്തുള്ള 3 ടൂൾസിനെയും കൂടി പറയുന്നത്, ഇതിപ്പോ മൂവ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക, സ്കെയിൽ ചെയ്യുക എന്നാണ്. അതായത് ഒരു ഒബ്ജക്റ്റിനെ അവിടുന്ന് ട്രാൻസ്ഫോം ചെയ്യുക. ഒന്നെങ്കിൽ മൂവ് ചെയ്തിട്ട് നീക്കി വെക്കാം, അതല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് തിരിച്ചു വെക്കാം, സ്കെയിൽ ചെയ്തിട്ട് അതിന്റെ സൈസ് കൂട്ടി വെക്കാം, അല്ലെ? ട്രാൻസ്ഫോർമേഷൻ അല്ലേ? അപ്പൊ അതിനെ 3നെയും കൂടി പറയുന്ന പേരാണ് ട്രാൻസ്ഫോം കമാൻഡ്സ്. നേരത്തെ പറഞ്ഞ 5 കമാൻഡിനെയും കൂടി പറയുന്ന പേരായിരുന്നു സെലക്ഷൻ ടൂൾസ്. അടുത്ത 3 എണ്ണത്തിന് പറയുന്നതാണ് ട്രാൻസ്ഫോം കമാൻഡ്സ്. ട്രാൻസ്ഫോം കമാൻഡ്സ്. ട്രാൻസ്ഫോം കമാൻഡ്സിൽ ഫസ്റ്റ് ഓപ്ഷൻ മൂവ് ആണ്. ഒരു ഒബ്ജക്റ്റിനെ സെലക്ട്, ഇതിപ്പോ മൂവ് ഓൺ ആയിട്ട് ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് കാണിക്കുന്നുണ്ട് കുറച്ച് ആരോ, അല്ലെ? ആ ഒബ്ജക്റ്റും ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കിതാ, ഇതിപ്പോ ടോപ്പ് വ്യൂയിലാണ് നിൽക്കുന്നത്. ടോപ്പ് വ്യൂ എന്നൊരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തപ്പോ അല്ലെ, കാണുന്നില്ലേ? ആരോസ് കാണിക്കുന്നുണ്ട്. അത് അടുത്ത വ്യൂവിൽ വരുമ്പോൾ അവിടെ ആരോസ് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വ്യൂവിൽ വരുമ്പോൾ അവിടെ ആരോസ് കാണിക്കുന്നുണ്ട്. പെർസ്പെക്റ്റീവിൽ വന്നിട്ടുണ്ടെങ്കിൽ 3 ആരോ ആയിട്ടാണ് കാണിക്കുന്നത്. ബാക്കിയുള്ള എല്ലാത്തിലും 2 എണ്ണം വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ. പെർസ്പെക്റ്റീവിൽ വരുമ്പോൾ 3 എണ്ണമായിട്ട് കാണുന്നുണ്ട്. കാരണം 3D ആണ്. മറ്റേത് 3 2D ആണ്. ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, ലെഫ്റ്റ് വ്യൂ എന്നൊക്കെ പറയുമ്പോൾ 2D ആണത്. 2D പോലെയല്ലേ നമുക്ക് കാണുന്നത്. അതേസമയം പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പോഴത്തേക്ക് 3 ഡയറക്ഷനും എല്ലാ ഡയറക്ഷനും ഒരുമിച്ച് കാണിക്കുന്നത് 3D ആണ്. അതുകൊണ്ടാണ് 3 ആരോസും കാണിക്കുന്നത്.
ഞാനിതില് ടോപ്പ് വ്യൂവിൽ വന്നിട്ട് എക്സ് ആക്സിസിലേക്ക് ഈ ആരോന്റെ മുകളിൽ തന്നെയാണ് പ്രസ് ചെയ്യുന്നത് നോക്കണേ. എക്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഒറിസോണ്ടൽ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യണം എന്നല്ലേ. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് പിക്ക് ചെയ്യുമ്പോൾ എന്റെ ഡയറക്ഷൻ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നുണ്ടെങ്കിൽ ഞാൻ നീങ്ങുന്ന സമയത്ത് അത് മൂവ് ചെയ്യുന്നത് നോക്കിയേ എക്സ് ആക്സിസിലേക്ക് മാത്രമാണ്, വേറൊരു ഡയറക്ഷനിലേക്ക് പോകുന്നില്ല. ഓക്കെ. അതേസമയം വൈ ആക്സിസിലേക്കാണ് പോകുന്നത് വെച്ചാൽ വൈയിലേക്ക് മാത്രമേ പോകുള്ളൂ. അതുപോലെ സെഡും അതുപോലെ തന്നെ വരും. സെഡ് അതുപോലെ തന്നെയാണ്. അതേസമയം ഒറ്റ മിനിറ്റ്, ഫ്രണ്ട് വ്യൂവിൽ പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ ഹൈറ്റ് എന്ന് പറയുന്നത് സെഡ് ആണ്, പക്ഷെ ആ ഫേസിന് അപേക്ഷിച്ചിട്ട് അത് വൈ ആക്സിസ് ആണ്. അതെ, അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. പെർസ്പെക്റ്റീവിൽ പോയിട്ടുണ്ടെങ്കിൽ സുഖമാണ്, എക്സ് ആക്സിസിലേക്ക് പോയാൽ എക്സ് ആക്സിസിലേക്ക് എങ്ങനെ പോകുള്ളൂ. വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ്, സെഡ് ആണ്. പക്ഷെ ഇതെനിക്ക് കാണിച്ചു തരുമ്പോൾ എക്സ് ഏതാ വൈ ഏതാ സെഡ് ഏതാന്ന് ഒറ്റയ്ക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഓക്കെ, പെർസ്പെക്റ്റീവിൽ നമ്മൾ അത്യാവശ്യം പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ നല്ലത് പെർസ്പെക്റ്റീവ് വ്യൂ ആണ്. പെർഫെക്റ്റ് ആയതിനു ശേഷം അതുവരെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരും. ഓക്കെ ആണെങ്കിൽ നമ്മള് പ്ലെയിൻ, നമുക്കൊരു പ്ലെയിൻ ഇല്ലേ, ഒരു ഡിഫോൾട്ട് ആയിട്ട് ഒരു മെഷ് പ്ലെയിൻ ഉണ്ടല്ലോ നമുക്ക്. നമ്മള് ആ ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക് നമുക്ക് ഒബ്ജക്ട്സിനെ സ്നാപ്പ് ചെയ്യാനോ വല്ല ഓപ്ഷൻ ഉണ്ടോ? അതായത് ആ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യാനുള്ള. ഇവിടെ വരയ്ക്കുന്ന സമയത്ത് ഈ ഫേസ് തന്നെ വരയ്ക്കണം എന്ന് കാണിക്കാനാ? അതെ അതെ, നമ്മള് മുകളിലോ താഴെയായിട്ടായി പോവാ. ഓട്ടോമാറ്റിക് അങ്ങനെ വരുള്ളൂ, ഇതാ കണ്ടില്ലേ, അതാ ഫേസ് നല്ലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അല്ല, നമ്മള് ആസ് ഇൻ മൂവ് ചെയ്യുമ്പോ നമ്മൾ ഓൾറെഡി ഫേസിൽ പോയി, ഓൾറെഡി സെഡ് ആക്സിസിൽ നമ്മൾ കുറച്ച് ഹൈറ്റിൽ പോയിട്ടുണ്ട്. അപ്പോ അത് പിന്നെ പോയിട്ടുണ്ട്. ഇതിനെ പിന്നെ ഓക്കെ 0 എന്ന ഈ പൊസിഷനിലേക്ക് എത്തിക്കണം അല്ലേ? പല ഒബ്ജക്ട്സ്. അപ്പൊ അതങ്ങനെ മൂവ് ചെയ്ത് പോയാൽ ഇവിടെ താഴെ സ്റ്റാറ്റസ് ബാർ ഉണ്ട്. അത് ഞാൻ തൊട്ടടുത്ത് പറയാൻ പോകുന്ന ടൂൾസ് ആണ്. സ്റ്റാറ്റസ് ബാറിൽ സെഡ് ആക്സിസ് അല്ലേ പോയെ, ഹൈറ്റിലേക്കാണ് മാറിപ്പോയെന്ന് വെച്ചാല് ഹൈറ്റിന്റെ അകത്ത് സെഡ് ആക്സിസിൽ വരെ 0 കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ്. സ്നാപ്പിംഗിന് വേറെ ഇതന്നെയാണല്ലോ അതിന്റെ ഓപ്ഷൻ, നമുക്ക് സ്നാപ്പ് ചെയ്യാനുള്ള. സ്നാപ്പ് ചെയ്യാന്ന് വെച്ചാൽ സ്നാപ്പ് ഉണ്ട്, വേറെ ഓപ്ഷൻസ് സ്നാപ്പ് ആയിട്ട് വരുന്നുണ്ട്. ഇനി ഈ സ്നാപ്പ് എടുത്തിട്ട് ഗ്രിഡില് സ്നാപ്പ് എന്നാണ് ഇപ്പൊ ഉള്ളത്, ഞാൻ മാറ്റി വെർട്ടെക്സിൽ സ്നാപ്പ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതാ വെർട്ടെക്സ് ഓൺ ആയി. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇത് അവിടെ കൊണ്ടുപോയിക്കാം. ഓക്കെ, സ്നാപ്പിലേക്ക് വരാം. നമുക്ക് തൽക്കാലം ഇപ്പൊ മൂവിന്റെ അകത്ത് നോക്കിയതിന് ശേഷം ബാക്കി പിന്നെ വരാം. മൂവ് ക്ലിയർ ആണോ? അതിലെനി ഡൗട്ട് ഇല്ലല്ലോ. എക്സിലേക്ക് പോകണമെങ്കിൽ എക്സ് ആക്സിസ്, വൈയിലേക്ക് പോകണമെങ്കിൽ വൈ ആക്സിസ്, സെഡിലേക്ക് പോകണമെങ്കിൽ സെഡ് ആക്സിസ്. എക്സിലേക്കും വൈയിലേക്കും കൂടി ഒരുമിച്ചാണ് പോകേണ്ടതെന്ന് വിചാരിക്കാം. ഈ എക്സിന്റെയും വൈന്റെയും താഴെ ഇവിടെ 3 ഫേസ് ആയിട്ട് കാണുന്നുണ്ടോ? ഇവിടെ ഒരു ഫേസ്, ഇതൊരു ഫേസ്, ഇതൊരു ഫേസ്. ആ താഴെയുള്ള ഫേസ് ആണെങ്കിൽ അത് എക്സിലും വൈയിലും മാത്രം. ഇവിടുന്ന് കാണിക്കാം, ഇവിടുന്ന് നോക്കാം. ഉണ്ടോ? എക്സിലും വൈയിലും മാത്രമേ അത് പോകുന്നുള്ളൂ, ഹൈറ്റിലേക്ക് മാറില്ല. അതേസമയം ഈ ഒരു ഫേസ് ആണ് എടുക്കുന്നതെന്ന് വെച്ചാല് അത് സെഡ് എക്സ് പ്ലെയിൻ ആണ്, അതിൽ മാത്രം മാറും, അത് വേറൊരു ഡയറക്ഷനിലേക്ക് മാറില്ല. അതായത് ഇവിടുത്തെ എക്സ് വൈ ഇവിടെ നേരെ മാത്രമേ പോകുന്നുള്ളൂ, അത് വൈയിലേക്ക് പോകുന്നില്ല. ഇനി ഇതാ ഇവിടെ വന്നിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് എക്സിലേക്ക് പോവില്ല, ബാക്കിയുള്ള ഡയറക്ഷനിലേക്ക് പോകും. അങ്ങനെയും കൂടെ ചെയ്യാം, ജസ്റ്റ് നോക്കിയാൽ. പക്ഷെ നമ്മൾ അധികം മൂവ് ചെയ്യുമ്പോൾ വല്ലപ്പോഴും ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഉപയോഗിച്ച് പോകുന്നത് ശരിക്കും എക്സ് വൈ പ്ലെയിൻ ആണ്. അതല്ലെങ്കിൽ എളുപ്പം സാധാരണ ആരോ വെച്ചിട്ട് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് വെക്കുന്നതായിരിക്കും. കാരണം നമുക്ക് കൺഫ്യൂഷൻ വരാതെ വർക്ക് ചെയ്യാം അല്ലെ. 2 പ്രാവശ്യം എടുത്ത് ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കാൻ അത്ര പ്രയാസമില്ലല്ലോ. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യല്ലേ? അതെ, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാണ്. ആരോന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക, അങ്ങോട്ടാ വേണ്ടതെന്ന് വെച്ചാൽ വലിച്ചു വെക്കാം. ബാക്കോട്ടേക്ക് വേണോ മുമ്പോട്ടേക്ക് വേണോ, അത്രേ ഉള്ളൂ. അത് വൈ ആക്സിസിലേക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിനെ റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ട് വൈ ആക്സിസിലേക്ക് അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, മൂവ്. ദെൻ അടുത്തത് റൊട്ടേറ്റ് ആണ്. ഒരു ബോക്സ് മാത്രം വരച്ചു വെക്കാം, എല്ലാം കൂടി ആകുമ്പോൾ കൺഫ്യൂഷൻ ആവാണ്ടൊക്കെ. അതിപ്പോ റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ് ഈ ഒബ്ജക്റ്റിനെ.
ഇപ്പൊ നിൽക്കുന്നത് മൂവിലാണ്. തൊട്ടടുത്തുള്ള ടൂൾ എടുത്ത് റൊട്ടേറ്റ്. അപ്പൊ റൊട്ടേറ്റ് എടുക്കുമ്പോൾ തന്നെ കാണില്ല, ജസ്റ്റ് അതിന്റെ ചുറ്റുമായിട്ട് കുറെ ഓർബിറ്റ്സ് കാണുന്നുണ്ടോ? Orbits. പെർസ്പെക്റ്റീവിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ദ എക്സ് ഓർബിറ്റ്, വൈ ഓർബിറ്റ്, സെഡ് ഓർബിറ്റ്, ദെൻ മൊത്തമായിട്ട് ഒരു ഇറഗുലർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ടറിലുള്ള ഓർബിറ്റ്. ഇത് ജസ്റ്റ് കാണുമ്പോൾ ഈ റൗണ്ട് ആണെന്ന് വിചാരിക്കരുത്, അത് ശരിക്കും ഒരു സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. Okay. ഓക്കെ, പുറമേ ഉള്ളത് ഒരു സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. കാരണം അത് നമ്മളിപ്പോ ഇവിടെ പിടിച്ചു വെച്ചാൽ ഏത് ഭാഗത്തേക്കാ റൊട്ടേറ്റ് ആവുന്നത് നമുക്ക് മനസ്സിലാവില്ല. മനസ്സിലാവില്ല. Okay. അപ്പൊ അതുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അധികവും ഈ കളേഴ്സ് കാണുന്നില്ലേ ഉള്ളിലുള്ള ഓർബിറ്റ് എക്സ്, വൈ, സെഡ്, അതിനെ മാത്രം വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യാം. മറ്റേത് എങ്ങനെ എങ്ങോട്ട് മാറി എന്നുള്ളതിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കൺഫ്യൂഷൻ വരും. ഓക്കെ, അപ്പൊ നോക്കാം ഇനി എക്സ്, വൈ, സെഡ്. എങ്ങനെയാ സെഡ് ആക്സിസ് എന്ന് പറയുമ്പോൾ അത് ഏത് എങ്ങനെ അറിയോ ആക്സിസിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്? ഇതിനകത്ത് ഉണ്ടാണല്ലോ നമ്മളെ സ്കെച്ച് പറയുന്നില്ലേ? അതെ, വെർട്ടിക്കലി സെഡ് ആക്സിസ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി റൊട്ടേറ്റ് ചെയ്യാനാണ്. സെഡ് ആക്സിസ് എന്ന് പറഞ്ഞാല് നമ്മളെ ആക്സിസ് ആണ്. ആക്സിസ് എന്ന് പറയുമ്പോൾ ഹൈറ്റിൽ ഒറ്റയടിക്ക് കുത്തനെ വരുന്നത്. അതെ. ഇതിപ്പോ മൂവ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ആക്സിസ്. ഈ ആക്സിസ് അവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് അതിന് ചുറ്റും ഇതാണ് സെഡ് ആക്സിസ്, ഇതാ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം. അത് ഇവിടെ വേണമെങ്കിൽ കളർ പോകുന്ന നോക്കിയാൽ മനസ്സിലാവും അല്ലെ? സെഡ് ആക്സിസിന് പെർപെൻഡിക്കുലർ അല്ലേ ഇപ്പോഴത്തെ ഫേസ്? ഓക്കെ, ദെൻ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാല് ഇങ്ങനത്തെ അല്ലേ എക്സ് ആക്സിസ്? ഇതാണ് എക്സ് ആക്സിസ്. ആ എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇതല്ലേ? ഓക്കെ, അത് അത് വരും, കളർ വരും. അത് ജസ്റ്റേ ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ കുറെ റൊട്ടേറ്റ് ചെയ്തോണ്ടാ ഇത്രക്കേ നമുക്ക് ആവശ്യം വരുള്ളൂ. ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് കളർ ഫുൾ വരുന്നത്. ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഒന്നും കൂടി കളർ കൂടും, പിന്നെയും കളർ ആക്കുമ്പോൾ കൂടും. അങ്ങനെയാണ് കൂടി 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 വരുന്നത്. ഞാൻ കാണിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് അങ്ങനെ ചെയ്തേ ഉള്ളൂ. ഓക്കെ, വൈ ആക്സിസ് എന്ന് പറയുന്നത് ഇതല്ലേ? ഇതാണ് വൈ ആക്സിസ്. വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള ലൈൻ അല്ലേ? ലൈൻ അല്ല, ശരി. അതെ. ഓക്കെ, ഇത് വൈ ആക്സിസ് റൊട്ടേഷൻ. റൊട്ടേഷൻ ക്ലിയർ ആണോ? നമുക്ക് അധികം റൊട്ടേറ്റ് ചെയ്യാൻ എളുപ്പം സെഡ് ആക്സിസ് റൊട്ടേഷൻ ആണ്. എവിടെയാണെങ്കിലും ഏത് ഫേസിൽ പോയിട്ടാണെങ്കിലും സെഡ് ആക്സിസ് റൊട്ടേഷൻ ആയിരിക്കും ബെറ്റർ അധികവും. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു വാള് വരച്ചിട്ടുണ്ട് വിചാരിക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ വാള്. ഇപ്പൊ ഓൾറെഡി വരച്ച സംഭവമാണ് നമ്മളെ വാള്. ഓക്കെ, ഇതാണ് ഒരു വാള്. അപ്പൊ ആ വാളിന്റെ അകത്ത് ജസ്റ്റ് ഒരു ഒബ്ജക്റ്റിനെയും കൂടി വരച്ചു വെച്ചു അല്ലേ? ഈ ഒരു ഒബ്ജക്റ്റിനെ എനിക്ക് ഈ ഫേസിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ വന്നിട്ട് മനസ്സിലാവുന്നുണ്ടോ ഇത് ഏത് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്? എനിക്ക് അറിയാം വേണമെങ്കിൽ ഇത് വൈ ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് അല്ലേ? പക്ഷെ അവിടെ കൺഫ്യൂഷൻ, ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ എല്ലാ വ്യൂ പോർട്ടും ഒന്ന് നോക്കാം. ഇതിന്റെ അകത്ത് ഏത് വ്യൂ പോർട്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് നിർത്താൽ ഇതിന്റെ അകത്ത് ഏത് വ്യൂ പോർട്ടിൽ റൊട്ടേറ്റ് ചെയ്യാനാ പെട്ടെന്ന് മനസ്സിലാവാം? ടോപ്പിലുള്ള സെക്കൻഡ് അല്ലേ? സെക്കൻഡ് വ്യൂ പോർട്ട്. ഇത് ഫസ്റ്റ് ആണെങ്കിൽ ഇതല്ലേ സെക്കൻഡ് പറഞ്ഞ സെക്കൻഡ് വ്യൂ പോർട്ട്. അതിൽ വന്നാൽ സെഡ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്താൽ മതി അല്ലേ? അതായിരിക്കും ഒന്നും കൂടി. അപ്പൊ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും സെഡ് ആക്സിസ് റൊട്ടേഷൻ ആദ്യം നമ്മൾ ഏകദേശം പെർഫെക്റ്റ് ആവുന്ന വരെ സെഡ് ആക്സിസ് റൊട്ടേഷനിൽ പഠിക്കാം. പിന്നെ പറ്റുമെങ്കിൽ ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കലി പിന്നെ നമ്മൾ ഇവിടെ വരുമ്പോൾ മനസ്സിലാവും ഇതാണ് വൈ ആക്സിസ് ആണ്. അത് മനസ്സിലാവുന്ന സമയം വരെ വെയിറ്റ് ചെയ്യാം. അതുവരെ സെഡ് ആക്സിസ് റൊട്ടേഷൻ വെച്ചിട്ട് പഠിക്കാം. ഓക്കെ, റൊട്ടേഷൻ ക്ലിയർ ആണോ? പെർസ്പെക്റ്റീവ് വ്യൂവിൽ വന്നിട്ട് വെറുതെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയാ റൊട്ടേറ്റ് ആവുന്നത് നമുക്ക് തന്നെ മനസ്സിലാവില്ല. ആ രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പം അത് റൊട്ടേറ്റ് ചെയ്യാൻ നല്ലത് ഓക്കെ, എങ്ങനെയൊക്കെയോ റൊട്ടേറ്റ് ആയി പോയി ഇതിനെ തിരിച്ച് കറക്റ്റ് 0 എന്നുള്ള രീതിയിൽ, അതായത് നേരെ നിൽക്കുന്ന രീതിയിൽ തന്നെ വേണം അല്ലെ?
ഇവിടെ താഴെ റൊട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ റൊട്ടേഷൻ വേണ്ട, വൈ ആക്സിസിൽ റൊട്ടേഷൻ 0, സെഡ് ആക്സിസിൽ റൊട്ടേഷൻ 0. ആ ഒരു രീതിയിൽ എടുക്കാം. പിന്നെ ഇവിടെ വന്നിട്ട് 90 ഡിഗ്രി, എക്സ് ആക്സിസ് 90 അല്ലെങ്കിൽ -90 ഡിഗ്രിയിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. എപ്പോഴും നിൽക്കുന്ന സമയത്ത് ടോപ്പ് പ്ലെയിന് കറക്റ്റ് ആയിട്ടാണ് 0 എന്ന് പറഞ്ഞ ഈ ആക്സിസുകൾ മൊത്തം നിൽക്കുന്നുണ്ടാവുക. അപ്പൊ റൊട്ടേഷൻ ആണ്. നെക്സ്റ്റ് വൺ സ്കെയില്. അടുത്ത ഓപ്ഷൻ ആണ് സ്കെയില്. അപ്പം ഇവിടെ ഉള്ള ഈ ഒരു ഒബ്ജക്റ്റിനെ സ്കെയിൽ ചെയ്യണം. സ്കെയിൽ ചെയ്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഒരു ഒബ്ജക്റ്റും കൂടി അപ്പുറത്തേക്ക് വരച്ചു വെച്ചു. ഓക്കെ, ഇത് രണ്ടും ഒരേ സൈസ് ഉള്ളതാണ്, കോപ്പി എടുത്ത് വെച്ചാണ്. അപ്പൊ ആദ്യം ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു, മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള സ്കെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു. ഇതിനെ എക്സ് ആക്സിസിലേക്ക് മാത്രം സ്കെയിൽ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ആക്സിസിലേക്ക് മാത്രം സ്ട്രെച്ച് ചെയ്യണം. ഈ സ്കെയിലിന്റെ പൊസിഷൻ നോക്കാം. സ്കെയിലിൽ തന്നെ 3 ഓപ്ഷൻ ഉണ്ട്. മൂന്നാമത്തെ സ്കെയിൽ എന്ന് പറയുന്നതിൽ തന്നെ 3 ഓപ്ഷൻ ഉണ്ട്. യൂണിഫോം സ്കെയിൽ, നോൺ യൂണിഫോം സ്കെയിൽ ആൻഡ് സ്ക്വാച്ച്. ഒറ്റ മിനിറ്റ്, ഓഫീസിൽ ആരോ ഒന്ന് വന്നിട്ട് ഒന്ന് നോക്കിയിട്ട് വരാം. ഞാൻ കുറച്ചുള്ളിലാണ്. ഹലോ, സാറെത്തിയാണ്. അപ്പൊ നമ്മള് എക്സ് ആക്സിസിലേക്കുള്ള സ്കെയില് ആണ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടുന്ന് പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്, എക്സ് ആക്സിസിലേക്കുള്ള സ്ട്രെച്ച് ആണ്. നമ്മൾ ഒറിജിനൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു, പക്ഷെ അതിനെ സ്ട്രെച്ച് ചെയ്തെടുത്തു. അല്ല, ഇതെനിക്ക് വൈ ആക്സിസിലേക്കാണ് സ്ട്രെച്ച് ചെയ്യേണ്ടത് വെച്ചാൽ കൺട്രോൾ സെറ്റ് അടിച്ച് പുറകിലേക്ക് വന്നു. വൈ ആക്സിസിലേക്കാണ് സ്ട്രെച്ച് വേണ്ടത്. ഓക്കെ, വൈ ആക്സിസിലേക്ക് ഇതേ സ്ട്രെച്ച് വേണം. ഇനി എക്സ് ആക്സിസിലേക്കാണ് ഇതിന്റെ സ്ട്രെച്ച് കൂട്ടുന്നത്. ഹൈറ്റിലേക്കാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അടുത്ത വ്യൂ പോർട്ടിൽ വന്നിട്ട് അതിന്റെ വൈ ആക്സിസ് ചേഞ്ച് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഈ ഒരു ആക്സിസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്. എക്സ് ആക്സിസിലേക്കുള്ള സ്ട്രെച്ച്, വൈ ആക്സിസിലേക്കുള്ള സ്ട്രെച്ച്, ഒറ്റയടിക്ക് മനസ്സിലാക്കാം. അപ്പൊ വേണമെങ്കിൽ ഇതൊന്ന് ടോപ്പ് വ്യൂ, ഈ ഒരു സ്കെയിലിന്റെ ഈ സിമ്പിൾ ഒന്ന് വരച്ചു വെക്കാം. ഈ എക്സ് ആക്സിസിനെ ഈ ഒരു ആരോ അല്ല, ജസ്റ്റ് ഈ എൻഡിലേക്കുള്ള പോയിന്റ് കാണിച്ചിട്ട് അത് സ്ട്രെച്ച് എന്ന് കാണിക്കാം. സ്ട്രെച്ച് ആണ്, ഇത് സ്ട്രെച്ച് ആണ്, ഇതും സ്ട്രെച്ച് ആണ്. ഈ രണ്ടിന്റെ ഇടയില് ട്രയാങ്കുലർ പോർഷന്റെ ഇടയിലായിട്ട് ഒരു ചെറിയൊരു പോർഷൻ കാണില്ലേ? ഇതാ ഇപ്പൊ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു യെല്ലോ കളറിലായിട്ട് കാണുന്നത് ഒരു ഓക്കെ, ആ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ സ്കെയിലാണ്. ഏരിയ സ്കെയിൽ എന്ന് വെച്ചാല് ഒരു ഇതിനെ നോർമൽ ആക്കി വെക്കട്ടെ, നേരത്തെ ഉള്ള അതേപോലെ തന്നെ. ഓക്കെ, പഴയ പോലെ തന്നെ ഒബ്ജക്റ്റ് ഒറ്റയടിക്ക് നേരെയാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് സെലക്ട് ചെയ്തു. ഇതിനെ ഞാൻ ഇവിടെ ഏരിയ സ്കെയിൽ, ടോപ്പ് വ്യൂവിൽ വന്നിട്ട് ഏരിയ സ്കെയിൽ ആണ് മാറ്റുന്നത്. എന്ന് വെച്ചാൽ എക്സും വൈയും ഒരുപോലെ സ്കെയിൽ ആവും. എക്സും വൈയും ഒരേപോലെ സ്കെയിൽ ആവും, പക്ഷെ ഹൈറ്റിന് ഒരു മാറ്റവും ഉണ്ടാവില്ല അല്ലെ? ഹൈറ്റ് സെയിം രീതിയിൽ തന്നെ നിൽക്കാൻ. അപ്പം ആ ഒരു ഏരിയ സ്കെയിൽ ചെയ്യാൻ വേണ്ടി മാത്രം, ഹൈറ്റിൽ വോളിയം വരുന്നില്ല, ഏരിയ സ്കെയിൽ ചെയ്യാൻ. അത് നമ്മൾ അടുത്തൊരു വ്യൂവിലാണ് പോകുന്നതെന്ന് വെച്ചാല് ആ വ്യൂവിലെ ഏരിയ ആയിരിക്കും സ്കെയിൽ ആവാം. അതിൽ വരുന്ന മൂന്നാമത്തെ ഡയറക്ഷൻ ആയിട്ടുള്ള സെഡ്, അതായത് ആ ഒരു വ്യൂ പോർട്ടിലുള്ള സെഡ് ആക്സിസിലേക്ക് സ്കെയിൽ ചെയ്യില്ല. ഓക്കെ, അപ്പം ഏറ്റവും ഉള്ളിലുള്ള ഈ ട്രയാങ്കുലർ പോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി മനസ്സിലാവും അതെന്താണ്, യൂണിഫോം സ്കെയിൽ ആണ്. യൂണിഫോം സ്കെയിൽ എന്ന് പറഞ്ഞാല് എക്സും വൈയും സെഡും ഒരുമിച്ച്. ഓക്കെ, എക്സ് ആക്സിസും സ്കെയിലായി, വൈ ആക്സിസും സ്കെയിലായി, സെഡ് ആക്സിസും സ്കെയിലായി, അതും എല്ലാം ഒരേപോലെ ഒരേ മെഷർമെന്റിൽ. ഇതാണ് സ്കെയില്.
ഇതിപ്പോ നമ്മൾ പറഞ്ഞത് യൂണിഫോം സ്കെയിലാണ്. ഫസ്റ്റ് വൺ ആണ് യൂണിഫോം സ്കെയിലിന്റെ അകത്തുള്ള യൂണിഫോം സ്കെയിലാണ് പറഞ്ഞത്. അതില് രണ്ടാമത്തത് പറഞ്ഞത് നോൺ യൂണിഫോം സ്കെയിലാണ്. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ വലിയ വ്യത്യാസമൊന്നുമില്ല ഇത് രണ്ടും തമ്മിൽ. നോക്കിയാല് മനസ്സിലാവും. ഇവിടെ വ്യൂ പോർട്ടിൽ നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇതാ ഇത് എക്സ് ആക്സിലേക്കുള്ള സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിലേക്കുള്ള സ്ട്രെച്ച് തന്നെയാണ്. വൈ ആക്സിലേക്കുള്ള സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ അതിലേക്കുള്ള സ്ട്രെച്ച് തന്നെയാണ്. ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയയിലേക്കുള്ളത് തന്നെയാണ് അല്ലെ. വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയത്തിന്റെ മൊത്തമായിട്ടുള്ളതാണ്. ഒരു വ്യത്യാസവും ഇല്ല ഫസ്റ്റിലത്തെ. പക്ഷെ ഇതിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട് അല്ലെ. നേരത്തെ ഇവിടെ യൂണിഫോം സ്കെയിൽ ഇടുന്ന സമയത്ത് ഇവിടെ കാണാൻ എക്സ് ആക്സിസ് ഒരൊറ്റ ആക്സിസിന്റെ ഒരൊറ്റ സ്കെയിൽ മാത്രമേ നമുക്ക് വാല്യൂ വെച്ചിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ചേഞ്ച് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് എല്ലാ ഭാഗവും സ്കെയിലായി. അതേസമയം അത് നോൺ യൂണിഫോം സ്കെയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ എക്സും വൈയും സെഡും സെപ്പറേറ്റ്ലി ചേഞ്ച് ചെയ്യാം. ഞാൻ ഈ താഴെ ഭാഗം പറയാം ഇത് കഴിഞ്ഞതിന് ശേഷം. ഇപ്പൊ തൽക്കാലം അവിടെ വെച്ചതാണ്. ഓക്കെ, യൂണിഫോം സ്കെയിലും നോൺ യൂണിഫോം സ്കെയിലും കഴിഞ്ഞാൽ അടുത്തത് സ്ക്വാഷ് ആണ്. സ്ക്വാഷ്, മൂന്നാമത്തെ ഓപ്ഷന്റെ പേര് സ്ക്വാഷ്. സ്ക്വാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഇതിനതാ ഇവിടുന്ന് രണ്ടും ഒരേ സൈസിൽ തന്നെയാണ് ഇപ്പൊ ഉള്ളത്. നോക്കി ഒരേ സൈസിലാണുള്ളത്. അതില് കുറച്ചും കൂടി അടുത്തേക്ക് വെച്ചിട്ട് നോക്കാം. ഈ ഒരു ഒബ്ജക്റ്റിനെ സ്കെയിൽ എടുത്തിട്ട് സ്ക്വാഷ് എന്ന മൂന്നാമത്തെ എക്സ് ആക്സിസിലേക്ക് മാത്രം ഇതാ സ്പ്രെഡ് ചെയ്യാണ്. എക്സ് ആക്സിസിലേക്ക് കൂട്ടി കൊടുക്കാണ്. വൈ ആക്സിസിന് എന്തെങ്കിലും സംഭവിച്ചോ? സെഡ് ആക്സിസിന് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല, സംഭവിച്ചില്ല. സൈസ് കുറഞ്ഞു. അതായത് എക്സ് ആക്സിസ് ആണ് കൂട്ടുന്നതെങ്കിൽ വൈ ആക്സിസും സെഡ് ആക്സിസും ഓപ്പോസിറ്റ്ലി അത് കുറയും. വൈ ആക്സിസ് കൂട്ടുകയാണെങ്കിൽ എക്സ് ആക്സിസും സെഡ് ആക്സിസും ഓട്ടോമാറ്റിക്കലി കുറയും. ഇനി തിരിച്ച് കുറയ്ക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിൽ കുറയ്ക്കുകയാണെങ്കിൽ വൈ ആക്സിസും സെഡ് ആക്സിസും അത് കൂടും. ആണ് സ്ക്വാഷ് എന്നാണ് ഓപ്ഷൻ. അതിലിങ്ങനെ റേഷ്യോ പ്രൊപ്പോർഷൻ റേഷ്യോ ഒന്നുമില്ല. എത്ര കുറച്ച് എത്ര കുറയാം പ്രൊപ്പോർഷൻസ് ഒന്നുമില്ല. ജസ്റ്റ് അത് കുറയ്ക്കുന്ന സമയത്ത് മറ്റേത് ഓപ്പോസിറ്റ് അതിനനുസരിച്ച് അങ്ങ് കൂടി വരും. അത്രേ ഉള്ളൂ. കൺട്രോൾ ഇല്ലാത്ത കൂടും കുറയില്ല. കൺട്രോൾ എന്ന് വെച്ചാല് നമുക്ക് ബാക്കിയുള്ള രണ്ട് ആക്സിസ് കൊടുക്കുന്ന ഒരു കറക്റ്റ് ഒരു പ്രൊപ്പോർഷനാലിറ്റി അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല. ഒരു ഏകദേശം ഷേപ്പ് വെച്ച് നോക്കിയിട്ട് മനസ്സിലാക്കാന്നേ. വാല്യൂ കൊടുക്കുമ്പോൾ അത് അത്രത്തോളം എന്താ പറയാ വാല്യൂ കൊടുത്ത് ചെയ്യാന്ന് വെച്ചാൽ അത് നോൺ യൂണിഫോം പോലെയാണ്. പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ സ്ക്വാഷ് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും വിൻഡോ ഒക്കെ വരുന്ന സമയത്തൊക്കെ എന്തെങ്കിലും കുറച്ചൊരു ഭാഗം കൂടിപ്പോയി മറ്റേ ഭാഗം കുറച്ച് തിക്നെസ് കുറയ്ക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഏരിയ അങ്ങനെ കൂട്ടി ഹൈറ്റ് അത് കുറഞ്ഞു. അത്രേ ഉള്ളൂ. ആ ഒരു രീതിക്ക് വേണ്ടിയിട്ട്. ഏരിയ കൂട്ടുകയാണെങ്കിൽ ഹൈറ്റ് കുറയും. അതെ, നമുക്ക് ഒരു ആക്സിസ് കൂടുമ്പോൾ മറ്റേ ആക്സിസിലുള്ള കൺട്രോൾ ഇല്ല. നമ്മള് ഓട്ടോമാറ്റിക്കലി എത്രയാണോ ഇൻക്രീസ് ആവുന്നത് അത്ര തന്നെ ഇൻക്രീസ് ഓട്ടോമാറ്റിക്കലി ആവുന്നതാണ്. ഡിക്രീസ് ആവും. മറ്റേത് രണ്ടും എത്രയാണ് ഇൻക്രീസ് ആവുന്നത് അതേപോലെ മറ്റേത് ഡിക്രീസ് ആവും, കുറയും. അത്ര ക്ലാഷ്. ഓക്കെ, അതാണ് ഈ 3 ടൂള്. യൂണിഫോം സ്കെയില്, നോൺ യൂണിഫോം സ്കെയില്, സ്ക്വാഷ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ ചെയ്തതില് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിൽക്കുന്ന പൊസിഷൻ, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ഒബ്ജക്റ്റിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 10x10x10 ആണ് അല്ലെ. കഴിഞ്ഞ ട്രാൻസ്ഫോം കമാൻഡ്സ് ഇത്രയില്ലേ 3 ഉള്ളൂ. മൂവ്, റൊട്ടേറ്റ്, സ്കെയില്. പക്ഷെ ഇതൊന്നും നമ്മൾ വാല്യൂ കൊടുത്തിട്ടല്ല ചെയ്തത്. ഒക്കെ വെറുതെ മൂവ് ചെയ്യുമ്പോ അങ്ങോട്ട് വലിച്ചിട്ടു, അത്രയേ ഉള്ളൂ. മൂവ് ചെയ്യുമ്പോ എനിക്ക് ഇപ്പൊ നിൽക്കുന്ന പൊസിഷൻ എത്ര സെന്റിമീറ്റർ ഇങ്ങോട്ട് ഇത്ര സെന്റിമീറ്റർ ഇങ്ങോട്ട് എന്നൊന്നും പറയാനൊന്നും പറ്റുന്നില്ല. വെറുതെ അങ്ങ് വലിച്ചിട്ടതാണ് അല്ലേ.
അപ്പൊ അങ്ങനെയല്ല, ആ ഒബ്ജക്റ്റിന്റെ സൈസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ വിചാരിക്കുക ഒരു പർഗോളയോ മറ്റോ ആണ്, ഈ കോപ്പി വേണം. ഓക്കെ, ഒബ്ജക്റ്റിനെ വരച്ചു, ജസ്റ്റ് ഞാൻ അവിടെ തന്നെ ഒരു കോപ്പി ഉണ്ടാക്കി വെച്ചു. ഇവിടെ 2 ഒബ്ജക്റ്റ് ഉണ്ട് ഇപ്പൊ, സോറി ആയില്ല, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, 2 ഒബ്ജക്റ്റ് ഉണ്ട് ഇവിടെ. സെലക്ട് ചെയ്താൽ കാണുന്നത് അവിടെ കണ്ടില്ലേ, മോഡിഫൈ സെലക്ഷൻ്റെ അകത്ത് വന്നപ്പോ 2 ഒബ്ജക്റ്റ് സെലക്ട് നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് ഒരു എത്രയാ, ഒരു 16 സെന്റിമീറ്റർ മാറ്റിയിട്ടാണ് വെക്കേണ്ടതെന്ന് വിചാരിക്കാം. ഇപ്പൊ നിൽക്കുന്ന ഒബ്ജക്റ്റിന് ആ പൊസിഷനിൽ നിന്ന് ഒരു 16 സെന്റിമീറ്റർ എക്സ് ആക്സിസിലേക്ക് മാറിയിട്ട് പ്ലേസ് ചെയ്യണം. കൊടുത്തിട്ട് ചെയ്യുന്നതിനെ പറയുന്നത് ട്രാൻസ്ഫോം ടൈപ്പിംഗ് ആണ്. മൂവ് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യാം, സ്കെയിൽ ചെയ്യാം. പക്ഷെ ഇതിനൊക്കെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു 30 ഡിഗ്രിയിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്, സ്കെയിൽ ചെയ്യുമ്പോൾ ഒരു 100% അല്ലെങ്കിൽ 50% ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാല്യൂ കൊടുക്കുകയാണ്. അപ്പൊ വാല്യൂ കൊടുക്കുമ്പോഴത്തേക്ക് അതിന്റെ പേര് മാറി, ട്രാൻസ്ഫോം കമാൻഡ്സ് മാറിയിട്ട് ട്രാൻസ്ഫോം ടൈപ്പ് ഇൻ എന്നായി. ട്രാൻസ്ഫോം ടൈപ്പ് ഇൻ. ഓക്കെ. അപ്പൊ ട്രാൻസ്ഫോം ടൈപ്പ് ഇൻ 2 സ്ഥലത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഒന്ന് സ്റ്റാറ്റസ് ബാറിനകത്ത് തന്നെ ഉണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ടൂൾ ഏതാണ്, നമ്മളിപ്പോ മൂവ് ആണ് എടുക്കുന്നത് വെച്ചാല് മൂവിന്റെ ട്രാൻസ്ഫോം ടൈപ്പ് എന്ന് പറഞ്ഞാൽ മൂവിന്റെ അകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ കിട്ടും, മൂവ് ട്രാൻസ്ഫോം ടൈപ്പ്. അതിൽ 2 എണ്ണം ഉണ്ട്, അബ്സല്യൂട്ട് എന്ന് പറഞ്ഞിട്ട് വാല്യൂ കാണാം, ഓഫ്സെറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. അബ്സല്യൂട്ട് വേർഡും ഓഫ്സെറ്റ് സ്ക്രീനും. അബ്സല്യൂട്ട് വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന പൊസിഷൻ ശരിക്കും അത് എവിടെയാ നിൽക്കുന്നതാണ്. ഇപ്പൊ നിൽക്കുന്ന പൊസിഷൻ 2 ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്, 2 ഒബ്ജക്റ്റിനെ ഇവിടെ അബ്സല്യൂട്ട് എടുത്തിട്ട് 0 നിർത്തി വെച്ചു. കണ്ടോ, ഒറ്റയടിക്കത് എക്സ് ആക്സിസിൽ 0, വൈ ആക്സിസിൽ 0, സെഡ് ആക്സിസിൽ 0. അത് പിന്നെ ഓൾറെഡി 0-ലായിരിക്കില്ലേ. നോക്കിയേ, കണ്ടോ, ശരിക്കും ഇവിടെ ഒരു മെയിൻ ആയിട്ട് സെൻട്രൽ ഒരു ആക്സിസ് ഉണ്ട്, അബ്സല്യൂട്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് വ്യൂ പോർട്ടിന്റെ സെന്റർ ആണ് ഈ 0, 0, 0 എന്ന് പറയുന്ന പൊസിഷൻ. ഓക്കെ, അതൊന്ന് ഒന്നിനെ സെലക്ട് ചെയ്തു, എക്സ് ആക്സിസിലേക്ക് ഇപ്പൊ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് അഥവാ 0 എന്ന ഒറിജിനിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് ഒരു 16 മാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, അല്ലേ? ക്ലിയർ ആണോ? 2 ബോക്സും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ല, ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഒന്നേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അത് രണ്ടും ഒരേ പ്ലേസ് സ്ഥലത്ത് തന്നെയല്ലേ ഉണ്ടായിരുന്നത്, 2 ഒബ്ജക്റ്റും? അതെ അതെ, രണ്ടും ഒന്നിന്റെ മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മള് ഒരെണ്ണം എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യും, 2 ഉള്ള സ്ഥലത്ത്? ഇതിപ്പോ 2 ഇവിടെ തന്നെ ഉണ്ട് അല്ലേ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഏതെങ്കിലും ഒന്നേ സെലക്ട് ആവുള്ളൂ. അതായത് ഏത് വേണമെന്നുള്ളത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ അതിന്റെ നെയിം കൊടുത്തു വെക്കണം. ഇത് ബോക്സ് ക്ലോൺ ചെയ്യുമ്പോ നെയിം മാറില്ലേ, നമ്മള് 01 എന്നുള്ള 02 അങ്ങനെ ആവില്ലേ? 02 ആവും, 01, 02, 03 അങ്ങനെയാവും. ഓക്കെ, അപ്പൊ ഇതിൽ ഒന്നിനെ സെലക്ട് ചെയ്തു, അബ്സല്യൂട്ടിന്റെ അകത്താണ് വാല്യൂ കൊടുക്കുന്നത് വെച്ചാൽ എക്സ് ആക്സിസിൽ 16 എന്ന് കൊടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് 16 സെന്റിമീറ്റർ മാറി. ഇത് ഞാൻ 8 ആണ് കൊടുത്തത്. ഈ ഒരു ലെങ്ത് 8 ഇതവിടെ കാണാം, ലെങ്ത് 8, വിഡ്ത്ത് 8, ഹൈറ്റ് 150 എന്നാണ് കൊടുത്തത്. അപ്പൊ ഈ സെന്റർ മുതൽ ഇതിന്റെ ഈ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 16 ആണ്. 8 + 8, അതായത് ഈ 8ന്റെ പകുതി 4 പ്ലസ് ഈ 8ന്റെ പകുതി 4 പ്ലസ് ഈ ഗ്യാപ്പ് 8, 16. ക്ലിയർ? പക്ഷെ ഇതിപ്പോ നമുക്ക് ഓൾറെഡി ഇവിടെ അബ്സല്യൂട്ട് വാല്യൂ 0-ലാണ് വെച്ചെന്ന് അറിയുന്നുണ്ട്. നമ്മളിപ്പോ ഇന്റീരിയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെ നോക്കുവോ, എവിടെയോ ആയിരിക്കും ഉണ്ടാവുക അല്ലെ, എവിടെയോ ആയിരിക്കും. ഇതിനെ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് കോപ്പി എടുത്ത് വെച്ചു, ക്ലോൺ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 എണ്ണത്തിനെയും കോപ്പി എടുത്ത് വെച്ചു. ഇപ്പൊ ഇതും 2 എണ്ണം ഉണ്ട്, ഇതും 2 എണ്ണം ഉണ്ട്. ഓക്കെ, അതിൽ ആദ്യത്തെ ഒന്നിനെ സെലക്ട് ചെയ്തു. ഇതിപ്പോ നിൽക്കുന്നത് 20.54-ലാണ്. അവിടുന്ന് ഇപ്പൊ അതിനെ ഞാനിപ്പം ഇങ്ങോട്ടേക്ക് 16 + 16 ഏകദേശം ഒരു 32 കൊടുക്കണം എന്ന് വിചാരിക്കാം. നടക്കും? 32 + 32 ചെയ്യണം, ബുദ്ധിമുട്ടല്ലേ? എക്സ് ആക്സിസിലേക്ക് +32 എന്ന് ചെയ്യുമ്പോ ബുദ്ധിമുട്ടല്ലേ? എന്ത് ചെയ്യാ?
അതായത് 20 + 30 50 50.54 അങ്ങനെ ടൈപ്പ് ചെയ്യണ്ടേ? അതിനേക്കാൾ നല്ല ഓഫ്സെറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിൽക്കുന്ന പൊസിഷൻ അത് സീറോയിലാണ്. ആ ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിൽക്കുന്നത് സീറോയിലാണ്. അവിടുന്ന് ഒരു 32 മാറിയിട്ടാണ് വേണ്ടത്. ഓക്കെ, ഇവിടെ ഇതാ രണ്ടെണ്ണം ഉണ്ട്. അതിലെ ഒന്നിനെ ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പൊ നിൽക്കുന്ന പൊസിഷൻ അത് 32 മാറിയിട്ടാണ് വേണ്ടത്. ഓക്കെ, ഇതാണ് മൂവ് ട്രാൻസ്ഫോം ടൈപ്പിംഗ്. ഈ മൂവ് ട്രാൻസ്ഫോം ടൈപ്പിന് എപ്പോഴും മൂവിന്റെ അകത്ത് പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവിടെ സ്റ്റാറ്റസ് ബാർ ഉണ്ട്. ഈ സ്റ്റാറ്റസ് ബാർ എന്നാണ് ചെയ്യുക. ഇപ്പൊ ചെയ്ത അതേ സാധനം ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് സ്റ്റാറ്റസ് ബാർ എന്ന് കാണിക്കുന്നത്. ഇവിടെ ഇപ്പൊ 4 ഒബ്ജക്റ്റ് വരച്ചു വെക്കുന്നുണ്ട്. അവിടെ 4 കോപ്പി ഉണ്ട്. ഞാൻ മൊത്തമായിട്ട് സെലക്ട് ചെയ്ത് കാണിച്ചത് 4 ഒബ്ജക്റ്റ് സെലക്ടഡ്. അതിൽ ഒന്നിനെ സെലക്ട് ചെയ്തു. ഓക്കെ, ബോക്സ് 04 എന്ന് ഞാൻ സെലക്ട് ചെയ്തു. ഇതിപ്പം അബ്സല്യൂട്ട് ആണ് ഇവിടെ ഉള്ളത്, കാണാം അല്ലെ? നിൽക്കുന്നത് കാണാം. എക്സ് ആക്സിൽ 20.54. ഇവിടുന്ന് ഇപ്പൊ ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇതിന്റെ തൊട്ടിപ്പുറത്ത് ഇവിടെ കാണാം ഒരു ചെറിയൊരു ബട്ടൺ, ഒരു സെന്ററിൽ ഒരു സർക്കിള് 4 ഭാഗത്തേക്ക് ഒരു എഡ്ജ് ഒക്കെ ആയിട്ടില്ല. അതിനൊന്നും കൂടി ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ കണ്ടാല് ഇതാ കണ്ട എല്ലാം ഇവിടെ 000. ഇപ്പൊ നിൽക്കുന്ന പൊസിഷൻ അത് അപേക്ഷിച്ചിട്ട് അത് 0-ലാണ്. അതെനിക്ക് പോവേണ്ടത് 16-ലാണ്. ഓക്കെ, അത് പോയി. അടുത്തതിനെ ഞാൻ സെലക്ട് ചെയ്തു. അതും ഇപ്പൊ നിൽക്കുന്ന പൊസിഷനിൽ 32-ലാണ് പോകേണ്ടത്. ഈ ഓപ്ഷൻ അബ്സല്യൂട്ട് വേൾഡ് ആണ്. ആദ്യം ഉള്ളത് അബ്സല്യൂട്ട് വേർഡ്. അത് ഒന്നും കൂടി ടിക്ക് ചെയ്താൽ അബ്സല്യൂട്ട് വേർഡ്, ഒന്നും കൂടി ടിക്ക് ചെയ്താൽ ഓഫ്സെറ്റ് വേർഡ്, ഓഫ്സെറ്റ് സ്ക്രീൻ. വീണ്ടും ക്ലിക്ക് ചെയ്താൽ അബ്സല്യൂട്ട്, പിന്നെ ക്ലിക്ക് ചെയ്താൽ ഓഫ്സെറ്റ് സ്ക്രീൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ട്രാൻസ്ഫോം ടൈപ്പിന് മൂവിൻ്റെത്. ഓക്കെ, 4-നെ അതേപോലെ തന്നെ കോപ്പി ചെയ്തെടുത്ത്. ക്ലിയർ? ഇനി അതിൽ ഡൗട്ട് ഇല്ലല്ലോ മൂവിന്റെ അകത്ത്? അത് എക്സ് സെഡ് വൈ ഒക്കെ നോക്കാം, ചെയ്ത് വെക്കാം. അപ്പം ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒബ്ജക്റ്റ് സ്നാപ്പ് കാരണം നിൽക്കുന്നത് അവിടെ മേലെ പോയിട്ടുണ്ടായി. അല്ലേ? ഓബ്ജക്റ്റ് കാരണം മേലെ പോയിട്ടുണ്ടായി അതിന്റെ ഹൈറ്റും. ഇതിനെ എനിക്ക് എന്ത് ചെയ്യണം വെച്ചാൽ കുറച്ച് താഴെ വെക്കണം. ഈ ഒബ്ജക്റ്റിന്റെ കുറച്ച് താഴെ ഇട്ട് ഇവിടുന്ന് ഒരു 10 സെന്റിമീറ്റർ മേലോട്ടേക്ക് വെക്കണ്ടേ. അപ്പൊ ഒറ്റയടിക്ക് തന്നെ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, മൂവിന്റെ അകത്ത് വന്ന് ഇവിടെ ഇപ്പൊ ഉള്ളത് ഏതാണ്? ഓഫ്സെറ്റ് സ്ക്രീൻ ആണ്. ഓഫ്സെറ്റ് സ്ക്രീൻ ഇതിന്റെ ഹൈറ്റ് എത്രയാണെന്ന് അറിയില്ല. ഇതിപ്പോ നിൽക്കുന്ന സെഡ് ഹൈറ്റിൽ 150-ലാണ്. അത് വേണ്ട, എനിക്ക് അവിടെ ഒരു 15-ലാണ് നിൽക്കേണ്ടത്. അപ്പൊ നമ്മൾ വിൻഡോന്റെ ഒക്കെ ബോക്സ് വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിൽ ഹൈറ്റ് 60 എന്നൊക്കെ പറഞ്ഞു കൊടുക്കൂലേ? അപ്പൊ താഴെ നമ്മൾ വരച്ച ഫേസിൽ നിന്ന് സിൽ ഹൈറ്റ് 60-ലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അവിടെ സെഡ് ആക്സസ് പോയിട്ട് അവിടെ 60 ആക്കി കൊടുത്താൽ അത് കറക്റ്റ് 60 സിൽ ഹൈറ്റ് പോയി നോക്കുന്നുണ്ടോ. അപ്പൊ ഇതിനെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 10-ൽ മതി. അതുകൊണ്ട് ഞാൻ 10 വെച്ചതാണ്. ദെൻ കൺട്രോൾ V എടുത്തിട്ടുണ്ടെങ്കിൽ കോപ്പിയാണ്. കൺട്രോൾ പറയാം, കോപ്പിന്റെ ഓപ്ഷൻ. അതിനെ ഞാൻ മാറ്റിയിട്ട് വീണ്ടും ഒരു 23 ആക്കി കൊടുത്തു നോക്കിയതാണ്. ക്ലിയർ? കൺട്രോൾ V അടിക്കുമ്പോൾ നമ്മൾക്ക് കോപ്പി ഇൻസ്റ്റൻസ് വേറൊരു ഓപ്ഷൻ കൂടി വരുന്നുണ്ടല്ലോ. വേറെയും വരുന്നുണ്ട്. ഞാനത് ജസ്റ്റ് ഇപ്പൊ വെറുതെ പറഞ്ഞതാണ്. കൺട്രോൾ V കോപ്പി എനിക്ക് പറയാനുള്ള ഓപ്ഷനാണ്. വരുന്നേ ഉള്ളൂ, പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും മൂവിന്റെ കാര്യത്തിൽ ഓക്കെ ആണെങ്കിൽ റൊട്ടേറ്റിന്റെ അകത്തേക്ക് പോവാന്. റൊട്ടേറ്റ് വിത്ത് ട്രാൻസ്ഫോം ടൈപ്പിംഗ്. ഓക്കെ, ഈ ഒബ്ജക്റ്റിനെ മൊത്തമായിട്ട് ഒറ്റയടിക്ക് എനിക്ക് 90 ഡിഗ്രിയിലേക്ക് ഹൊറിസോണ്ടൽ, അതായത് ഇതിപ്പോ നിൽക്കുന്ന എക്സ് ആക്സിസിലേക്കല്ലേ, വൈ ആക്സിസിലേക്ക് ഇങ്ങനെ കുത്തനെ നിൽക്കണം വിചാരിക്കാം. ടോപ്പ് വ്യൂല് വൈ ആക്സിസിലേക്കായിട്ട് നിൽക്കണം, റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. സാധാരണ ഇതിൽ റൊട്ടേഷൻ എടുത്ത് റൊട്ടേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മൊത്തമായിട്ടുള്ള ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു, സെഡ് ആക്സിസ് അല്ലെ, സെഡ് ആക്സിസിന് വന്നിട്ട് 90.
ക്ലിയർ? കഴിഞ്ഞു. ഒരു തവണ നമ്മൾ റൊട്ടേറ്റ് ഇപ്പൊ 90 അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും z ആക്സിസ് 0 ആയിട്ട് തന്നെയല്ലേ കിടക്കുക വീണ്ടും? അല്ലല്ല, അത് ഒറ്റ മിനിറ്റ്. ഒറ്റയടിക്ക് നോക്കുമ്പോ 90. അത് കഴിഞ്ഞ് പിന്നെ 0 ആക്കിയിട്ട് തിരിച്ചു വന്നു. ഇത് ഇവിടെ അബ്സല്യൂട്ട് ആണോ വേർഡ് ആണോ എന്ന് നോക്കാം. ഓഫ്സെറ്റ് സ്ക്രീൻ ആണെങ്കിൽ ഇപ്പൊ 90 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എപ്പോഴും അത് 0 ആയിട്ട് തന്നെ ഉണ്ടാവാം. പിന്നെയും നമ്മൾ എന്ത് ചെയ്യണം, -90 കൊടുത്ത് തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അതേസമയം ഇവിടെ അബ്സല്യൂട്ട് ആണെങ്കിൽ നേരെ തിരിച്ചുണ്ടാവാം. ശരിക്കും ഇപ്പൊ നിൽക്കുന്നതാണ് 0. കാണിക്കില്ലല്ലോ ഈ z ആക്സിസില്, z-ന്റെ ഈ ഫീൽഡില്. അതും ഒരുപാട് ഒബ്ജക്റ്റിനെ ഒറ്റയടിക്ക് എടുക്കുമ്പോൾ കാണിക്കില്ല. ഒന്നെങ്കിൽ അതിനെ ഗ്രൂപ്പ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാണിക്കും. ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് കാണിക്കും എങ്ങനെയാണെന്ന്. അതേസമയം ഇതിപ്പോ കുറെ ഒബ്ജക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ കുറെ ഒബ്ജക്റ്റ് അല്ലേ, ഇതൊന്നിനെ സംബന്ധിച്ചിടത്തോളം അത് x ആക്സിസ് y ആക്സിസ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത്, വാല്യൂ കാണിക്കാത്തത്. ഇത് തന്നെ വാല്യൂ നമുക്ക് കാണിക്കണമെങ്കിൽ ഓപ്ഷനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കൊടുക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണില്ലേ അബ്സല്യൂട്ട് എന്താണ്, കുറെ ഒരു മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് ഉള്ളത് കൊണ്ട് തൽക്കാലം ഇപ്പൊ എന്താണ് ഇനാക്റ്റീവ് ആണ്. ഇനാക്റ്റീവ് അല്ല, അത് ശരിക്കും അവിടെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോ ശരിക്കും ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്തും ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്റ്റാറ്റസ് ബാറിൽ ചെയ്യുന്നല്ലേ നല്ലത്. അത് പേര് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അബ്സല്യൂട്ട് വേർഡ്, ഓഫ്സെറ്റ് വേർഡ് ഓപ്ഷൻസ് പറഞ്ഞതാണ്. ഓക്കെ, ദെൻ അടുത്തത് സ്കെയില്. സ്കെയില് ചെയ്യുമ്പോൾ ഒരു ഒബ്ജക്റ്റിനാണ് വെച്ചത്. ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു, സ്കെയിലിന്റെ അകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇതാ പറഞ്ഞ പോലെ തന്നെ അബ്സല്യൂട്ട് ലോക്കൽ എന്ന് പറഞ്ഞിട്ട് അതേ ട്രാൻസ്ഫോം ടൈപ്പിന് വരുന്നുണ്ട്. ആ ഒബ്ജക്റ്റ് ഇപ്പൊ നിൽക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അബ്സല്യൂട്ട് ആയിട്ട് 100% ആണ്, ഓഫ്സെറ്റിന്റെ അകത്തും 100 ആണ്. ഓക്കെ, നിൽക്കുന്ന സ്കെയില് യൂണിഫോം സ്കെയില് എന്ന് പറയുമ്പോൾ കണ്ടോ, യൂണിഫോം സ്കെയില് എന്ന് പറയുന്ന സമയത്ത് ഓഫ്സെറ്റിന്റെ അകത്ത് ഒറ്റയടിക്ക് ഒരു വാല്യൂ കൊടുക്കാനേ പറ്റും. ഓക്കെ, ഓഫ്സെറ്റിന്റെ അകത്ത് ഒറ്റയടിക്ക് ഒരു വാല്യൂ കൊടുക്കാനേ പറ്റുള്ളൂ. എവിടെ നോക്കിയാലും കാണാതാ, ഇവിടെ താഴെ വാല്യൂ ഒന്നേ കൊടുക്കാൻ പറ്റില്ല, x ആക്സിസ് മാത്രമേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അത് ഒന്ന് കൊടുത്താൽ ഒറ്റയടിക്ക് ഞാൻ 200 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരെ അത് എക്സിലേക്കും വൈയിലേക്കും സെഡിലേക്കും അത് ഡബിൾ ആയിട്ടുണ്ട്. അത് ഇവിടെ വന്നിട്ട് 50 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സിലേക്കും വൈയിലേക്കും സെഡിലേക്കും അത് പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. ഹൈറ്റ് 8 ഉള്ളത് 4 ഉണ്ടാവുള്ളൂ ഇപ്പൊ നോക്കിയാൽ. അതേസമയം എല്ലാ ആക്സിസും ഒരേ സമയത്ത് ഡയമെൻഷൻ ചേഞ്ച് ചെയ്യാം. അതേസമയം നോൺ യൂണിഫോം ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ്ലി ചേഞ്ച് ചെയ്യാം. ഞാൻ ഇവിടുന്ന് ചേഞ്ച് ചെയ്തില്ല, ജസ്റ്റ് ഇവിടുന്ന് ചേഞ്ച് ചെയ്യുന്നു. ഇതെനിക്ക് 100 ആണ് വേണ്ടത്, കണ്ടില്ല? ഒരു ഭാഗത്തേക്ക് 50 നിൽക്കുന്നുണ്ട്, മറ്റേ ഭാഗത്തേക്ക് 100 നിൽക്കുന്നുണ്ട്, അടുത്ത ഭാഗത്തേക്ക് 50 പകുതി. അപ്പൊ അത് പകുതി അല്ല, അതൊരു 200 ഡബിൾ ആണ് വേണ്ടത്. ഓക്കെ, സ്കെയില് യൂണിഫോം സ്കെയില്, നോൺ യൂണിഫോം സ്കെയില് അത് തമ്മിലേ മാറ്റുള്ളൂ. സ്ക്രാഷ് എടുത്തു കഴിഞ്ഞാൽ സ്ക്രാഷും നോൺ യൂണിഫോം സ്കെയിലും ഒരുപോലെയാണ്. നമ്മൾ വ്യൂ പോർട്ട് നിന്ന് സ്കെയില് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് യൂണിഫോം സ്കെയിലും നോൺ യൂണിഫോം സ്കെയിലും ഒരുപോലെയായിരുന്നു. പക്ഷെ വാല്യൂ കൊടുത്ത് ചെയ്യുന്ന സമയത്ത് നോൺ യൂണിഫോം സ്കെയിലും സ്ക്രാഷും ഒരുപോലെയാണ്. ഇത്രയുള്ളൂ ട്രാൻസ്ഫോം ടൈപ്പിംഗ്. ഇനി ഈ മൂവ് പറയുന്ന സമയത്ത് ഞാൻ അതിനൊന്നും ഷോർട്ട് കീസ് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് മൂവിന്റെ ഷോർട്ട് കീ W, റൊട്ടേറ്റിന്റെ ഷോർട്ട് കീ E, സ്കെയിലിന്റെ ഷോർട്ട് കീ R. WER. മൂവ് W, E, റൊട്ടേറ്റ് E, സ്കെയില് R. അപ്പൊ നോക്കിക്കഴിഞ്ഞാല് ഇനിയിപ്പോ നമുക്കൊരു കൺഫ്യൂഷൻ ആണ്. ഇതിപ്പോ സെലക്ഷൻ ആണ് Q, മൂവിന് W ഓർത്ത് വെക്കണം, സ്കെയിലിന് E ഓർത്ത് വെക്കണം, അല്ല സോറി R ഓർത്ത് വെക്കണം, റൊട്ടേറ്റിന് E ഓർത്ത് വെക്കണം. നാലുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അല്ലെ, ആ ടൂളുമായിട്ട് യാതൊരു ബന്ധമില്ലതിന്. ശ്രദ്ധിച്ചോ? കീബോർഡ് കയ്യിലുള്ള ജസ്റ്റ് ലാപ്പിന്റെ കീബോർഡ് ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ QWER പൊസിഷൻ ഒന്ന് നോക്കി വെക്കാം. എന്തെന്നാ ഓർഡറിലല്ലേ?
അപ്പം ആദ്യത്തെ Q എന്ന് പറയുന്നത് സെലക്ഷൻ കഴിഞ്ഞാൽ അടുത്ത് മാറാൻ W, മൂവ്, E എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ്, സ്കെയിൽ എന്ന് പറഞ്ഞാൽ R. അതേ ഇവിടെയുള്ള മേലുള്ള അതേ ഓർഡറിൽ തന്നെയാണ് ഇവിടെ കീബോർഡിനകത്തുള്ള ഷോർട്ട് കീസ്. ഇനി അത് മറക്കൂല, കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇനി എപ്പോഴും മൂവ് ആണ് നിൽക്കുന്നത് വെച്ചാൽ സ്കെയിലിലാണ് ഇപ്പൊ നിൽക്കുന്നത്, ക്യൂലേക്ക് മാറണം. Q അടിച്ചെടുത്തപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി സെലക്ഷനിലേക്ക് മാറി, W അടിച്ചപ്പോൾ മൂവിലേക്ക് മാറി, E അടിച്ചപ്പോൾ റൊട്ടേറ്റിലേക്ക് മാറി, സ്കെയിൽ അടിച്ചപ്പോൾ ആറിലേക്ക് മാറി, വീണ്ടും പഴയ പോലെ ക്യൂലെത്തണം, സെലക്ഷനിലേക്ക് എത്തണം, Q. ഇത്രയാണ് ട്രാൻസ്ഫോം ടൈപ്പിന് ആൻഡ് ട്രാൻസ്ഫോം കമാൻഡ്സ്. നെക്സ്റ്റ് ഓപ്ഷൻ കോപ്പി. അടുത്ത ഓപ്ഷൻ ആണ് കോപ്പി. ഈ എവിടുന്നാണ് ഇൻസ്റ്റൻസ്, റെഫറൻസ് എന്നാണ് ഓപ്ഷൻസ് ഒക്കെ കണ്ട്? കോപ്പി, ക്ലോൺ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് സാധാരണ അധികം ആൾക്കാർ എവിടെ നമ്മളെ ക്ലോണിങ്ങിന്റെ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കാണില്ലേ? ഞാൻ ചെയ്തപ്പോൾ തന്നെ കണ്ടതാണോ? അതെ അതെ. ഓക്കേ, സോറി, ഞാൻ വിചാരിച്ചു മുമ്പേ പരിചയമുള്ളതാണ്. അല്ല, ഞാൻ ഇന്നലെ ട്രൈ ചെയ്തിരുന്നു. അപ്പൊ അതില് ഒരു കീ കോപ്പി ചെയ്യാനോ ട്രൈ ചെയ്തപ്പോ നമ്മള് ഈ പറഞ്ഞ പോലെ ചോദിച്ചിരുന്നു കോപ്പി ഇൻസ്റ്റൻസ് വേറെന്തോ വരണം. ഓക്കെ, അങ്ങനെ ശരി. ഓക്കെ, അതാണ് ഇപ്പൊ എടുക്കാൻ പോകുന്നത്. ഇപ്പം നിൽക്കുന്ന ഈ ഒബ്ജക്റ്റിനെ ഇതേ പൊസിഷനിൽ തന്നെ നമുക്ക് കോപ്പി ചെയ്യണം വിചാരിക്കാം. അത് നിൽക്കുന്ന അതേ പൊസിഷനിൽ തന്നെ രണ്ട് ഒബ്ജക്റ്റ് ആയിട്ട് വരണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൺട്രോൾ V ഷോർട്ട് കീ ആണ്. കൺട്രോൾ V. കൺട്രോൾ V. അതല്ലെങ്കിൽ ആ ഓപ്ഷൻ എടുക്കാന് റൈറ്റ് ക്ലിക്ക്, ഒരു ഒബ്ജക്റ്റിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്വാഡ് മെനു ആണോ? ക്വാഡ് മെനു, ഈ കാണുന്ന മെനു ഇല്ലേ, റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിൽ ക്ലോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. കണ്ടോ? ആ ഓപ്ഷൻ എടുത്താൽ നമുക്ക് ഈ ക്ലോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. കൺട്രോൾ V പോരെ, ഷോർട്ട് കീ മതി. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്ലോൺ എടുത്താലും അതേ പൊസിഷനിൽ തന്നെ ക്ലോൺ ആവും. അതല്ലെങ്കിൽ കൺട്രോൾ V അടിച്ചാൽ അതേ പൊസിഷനിൽ ക്ലോൺ ആവും. അതല്ല, നമുക്ക് ജസ്റ്റ് മൂവ് ചെയ്തുകൊണ്ടാണ് ക്ലോൺ വേണ്ടതെന്ന് വിചാരിക്കാം. മൂവ് ചെയ്തുകൊണ്ടാണ് ക്ലോൺ വേണ്ടത്. അപ്പം ആ ക്ലോണിന് കുറച്ച് പ്രോപ്പർട്ടീസ് വേണം, എങ്കിലേ അത് ക്ലിയർ ആവുള്ളൂ. ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് സ്പൗട്ട് വേണ്ട, ലിഡ് വേണ്ട, ഹാൻഡിൽ വേണ്ട എന്നാണ് കൊടുക്കുന്നത്. ഈ ടോപ്പോട്ട് വൃത്തിയില്ലാത്തത് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് തീരെ ഷോർട്ട് കീ സെഗ്മെന്റ്സ് ഇല്ലാത്തതുകൊണ്ടാണ്. സെഗ്മെന്റ്സ് ഒന്ന് കൂട്ടിയേക്കാം നമുക്ക്. മൂന്ന് ഒബ്ജക്റ്റ് വരച്ച് വെച്ചിട്ടുണ്ട്, ബ്ലൂ, ഗ്രീൻ, റെഡ്. ഓക്കെ, അതായത് കോപ്പി ചെയ്യുന്ന സമയത്ത് നമുക്ക് പല രീതിയിൽ കോപ്പി ചെയ്യാം. ഒന്ന് മൂവ് വിത്ത് കോപ്പി ചെയ്യാം, റൊട്ടേറ്റ്. നേരത്തെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് കോപ്പി ഓപ്ഷൻ. ജസ്റ്റ് ഒരു കോപ്പി ഓപ്ഷൻ അത് കൺട്രോൾ V എടുത്തിട്ട് അതേ പൊസിഷനിൽ തന്നെ ചെയ്യുന്ന പറഞ്ഞു. അടുത്ത ട്രാൻസ്ഫോം കമാൻഡ്സിന്റെ കൂടെ നമുക്ക് കോപ്പി ഉപയോഗിക്കാം. ക്ലോൺ ഓപ്ഷൻ. അപ്പൊ അത് മൂന്ന് രീതിയിൽ ചെയ്യാം. മൂവ് വിത്ത് കോപ്പി, റൊട്ടേറ്റ് വിത്ത് കോപ്പി, സ്കെയിൽ വിത്ത് കോപ്പി. മൂവ് വിത്ത് കോപ്പി ഉണ്ട്, റൊട്ടേറ്റ് വിത്ത് കോപ്പി ഉണ്ട്, സ്കെയിൽ. അതില് മൂവ് വിത്ത് കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് ജസ്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, അതിനെ കോപ്പി ആക്കി എടുക്കണതാ. ഇപ്പൊ ഇവിടെ കോപ്പി വരുന്നുണ്ട്, എത്ര കോപ്പി വേണമെന്നാണ് കൊടുത്തു കഴിഞ്ഞാല് അതേപോലെ കോപ്പി ഇങ്ങോട്ടേക്ക് വരുന്നില്ലേ, അത് മൂവ് വിത്ത് കോപ്പി. ഓക്കെ, അതിന്റെ ഓരോരോ പ്രോപ്പർട്ടി. കൺട്രോൾ ചെയ്യാൻ കഴിയില്ലേ? എങ്ങനെ?
നമ്മൾ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഗ്യാപ്പ് ഇന്റർവെൽ നമുക്ക് അറേ പോലെ ചെയ്യാൻ കഴിയില്ല. അറേ പോലെ അറേയിൽ ചെയ്യാൻ പറ്റും, പക്ഷെ ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല. മൂവ് ചെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മള് ഈ ഒരു ഓപ്ഷനകത്ത് ചെയ്യാൻ പറ്റില്ല. അത് വേറെ അറേ തന്നെ ഓപ്ഷൻ വേറെ വരുന്നുണ്ട്. ദെൻ റൊട്ടേറ്റ് വിത്ത് കോപ്പി, ഇത് ഞാനിപ്പോ ജസ്റ്റ് തൽക്കാലം എനിക്ക് ഇങ്ങനെ എടുത്ത് ആംഗിൾ ഒന്നും കൊടുക്കാനൊന്നും, ആംഗിൾ പിന്നെയും നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, മൂവ് ചെയ്യുമ്പോൾ കൊടുക്കാൻ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അത് കണ്ടില്ലേ, കോപ്പി അല്ലേ ആവുന്നത്, റൊട്ടേറ്റ് വിത്ത് കോപ്പി. പിന്നെ വരുന്നത് സ്കെയിൽ വിത്ത് കോപ്പിയാണ്. അത് കൺട്രോൾ വി ചെയ്ത് കൊണ്ട് തന്നെയാണോ അത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് അതോ? അല്ലല്ല, വേറെ കൺട്രോൾ വി അല്ല, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് അതിനെ ഓപ്ഷൻസിന്റെ ഏത് ഓപ്ഷൻ വെച്ചിട്ടാണോ കോപ്പി ചെയ്യേണ്ടത് വെച്ചാൽ അതാണ് എടുക്കുന്നത്. ഇടക്കൊന്ന് കട്ടായി വരുന്നത്. ഞാൻ തൽക്കാലം ടോപ്പ് വ്യൂല് വന്നിട്ട് ഇവിടെ നിന്നാണ് കോപ്പി ചെയ്യുന്നത്. ആദ്യത്തെ ബ്ലൂ ഒബ്ജക്റ്റിന് അപ്പൊ മൂവിലും റൊട്ടേറ്റിലും സ്കെയിലും ഒക്കെ ഒരുപോലെ തന്നെയാണ് കോപ്പി ചെയ്യുന്നത്. പക്ഷെ ഇനി മൂവ് എടുത്തിട്ട് ആ കോപ്പിന്റെ ഉള്ളിൽ കുറച്ച് ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോ ആദ്യമേ ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ചുള്ള ഒബ്ജക്റ്റിനൊക്കെ നമ്മൾ പാരന്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതാണ് മെയിൻ ഒബ്ജക്റ്റ്. അതിന്റെ അകത്ത് നിന്നാണ് നമ്മൾ ഇനി കോപ്പി ഉണ്ടാക്കുന്ന രീതിയിൽ ഈ 3 ഒബ്ജക്റ്റ് എന്താണ്, പാരന്റ് ഒബ്ജക്റ്റ് ആണ്. 3D ഒബ്ജക്റ്റുകളാണ്. അതിൽ ഒന്നാമത്തേനെ സെലക്ട് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ഇതിനെ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് y ആക്സിസിലേക്ക്, ഷിഫ്റ്റ് ആണ് പ്രസ് ചെയ്യുന്നത്. ഏകദേശം നമുക്ക് വേണ്ട ഗ്യാപ്പ് ഇങ്ങനെ നോക്കാന്നല്ലാതെ വാല്യൂ ആയിട്ടൊന്നും കൊടുക്കാനൊന്നും പറ്റില്ല. അതല്ലെങ്കിൽ നമ്മൾ നീക്കി വെക്കുമ്പോൾ എവിടെ ഒന്ന് നോക്കി വെക്കാം, ശ്രദ്ധിക്കാം, അത്രേ ഉള്ളൂ. എന്നാലും അപ്പൊ ഏകദേശം 90 ഇങ്ങനെ ഏകദേശമേ കൊടുക്കാൻ പറ്റുള്ളൂ. കറക്റ്റ് ആയിട്ട് അങ്ങനെ ജസ്റ്റ് എടുക്കാനൊന്നും കഴിയില്ല, കാരണം നീക്കി വെക്കുമ്പോൾ കറക്റ്റ് കിട്ടിക്കോളണമെന്നില്ല. ഓക്കെ, വിട്ടു. അപ്പൊ കോപ്പി ചെയ്യുന്ന സമയത്ത് ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട് കോപ്പിക്ക്: കോപ്പി, ഇൻസ്റ്റൻസ് ആൻഡ് റെഫറൻസ്. കോപ്പി, ഇൻസ്റ്റൻസ്, റെഫറൻസ്. ഇതൊക്കെ നോട്ട് ചെയ്യാനുള്ള സമയം കിട്ടുന്നുണ്ടോ? നോട്ട് ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ. ഈ പറയുന്ന പോലെ ഇടക്ക് ഓൾറെഡി അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഇതുവരെ കൺട്രോൾ വി എന്ന കോപ്പിന്റെ ഓപ്ഷൻസിനെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇപ്പൊ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് മൂവ് ചെയ്താൽ കോപ്പി ആവും, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്താൽ കോപ്പി ആവും, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് സ്കെയിൽ ചെയ്താൽ കോപ്പി ആവും. അപ്പൊ അതാണ് കോപ്പി വിത്ത് മൂവ്, കോപ്പി വിത്ത് സ്കെയിൽ, കോപ്പി വിത്ത് റൊട്ടേറ്റ്. ഷിഫ്റ്റ് പ്രസ് ഏതിന്റെ കൂടെയും ചെയ്യുമ്പോൾ ഷിഫ്റ്റ് പ്രസ്. ഓക്കെ, ആ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കോപ്പി ചെയ്യുന്ന സമയത്ത് അവിടെ ക്ലോൺ ഓപ്ഷന്റെ 3 ഓപ്ഷൻസ് ഉണ്ട്. കോപ്പിന്റെ അകത്ത് 3 ഓപ്ഷൻ: കോപ്പി, ഇൻസ്റ്റൻസ്, റെഫറൻസ്. എന്താണ് ഈ ഓപ്ഷൻ നോക്കണം. ആദ്യത്തേല് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ 3 ഒബ്ജക്റ്റിനെ ഉണ്ടാക്കി വെച്ചത്. ആദ്യത്തെ ഓപ്ഷന്റെ അകത്ത് കോപ്പി വെച്ചിട്ട് അതിന്റെ ഒരു 3 കോപ്പി കൂടെ വേണം എന്ന് കൊടുത്തു. 3 കോപ്പി കൂടെ വേണം, പാരന്റ് ഒബ്ജക്റ്റ് കൂടാതെ ഇതിന്റെ 3 ക്ലോൺ വേണം. ഓക്കെ, അപ്പൊ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, പാരന്റ് ഒബ്ജക്റ്റ് കൂടാതെ 3 ക്ലോണും കൂടി അതിനകത്തേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തേനെ സെലക്ട് ചെയ്തു. ഇതിനെ ഇതേപോലെ ഷിഫ്റ്റ് പ്രസ് ചെയ്തു, ഇവിടേക്ക് കോപ്പി എടുത്ത് വെച്ച് ഇൻസ്റ്റൻസ് ആണ് ഇട്ട് വെക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞ പോലെ 3 ഒബ്ജക്റ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റൻസ് ചെയ്ത് 3 കോപ്പി ചെയ്തു. ലാസ്റ്റ് വണ്ണിനെ സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് പ്രസ്. അത് റെഫറൻസ് വെച്ചിട്ടാണ് വേണ്ടത്. നമ്പർ ഓഫ് കോപ്പി 3 തന്നെയാണെന്ന് കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒന്നും തമ്മിൽ ഒരു മാറ്റവും തോന്നുന്നില്ല. കോപ്പി ആയപ്പോ എല്ലാം ഒരുപോലെ കോപ്പി ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തിനാണ് അപ്പൊ അവിടെ 3 ഓപ്ഷൻ വെറുതെ അവർ കൊടുക്കൂലല്ലോ, എന്തോ ഓപ്ഷൻ അതിനകത്ത് ഉണ്ടാവും അല്ലെ. പാരന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇതല്ലേ, ഇത് പാരന്റ് ആണ്, ഇത് പാരന്റ് ആണ്, ഇത് പാരന്റ് ആണ്. അതിന്റെ അകത്ത് നിന്നുണ്ടായ കോപ്പികളാണ് ഇത് മൊത്തം. ഓക്കെ, അതിൽ ആദ്യത്തെ കോപ്പി എന്ന ഓപ്ഷൻ എടുത്ത പാരന്റിന്റെ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ മോഡിഫൈഡ് വന്നിട്ട് അതിനൊന്ന് കുറച്ചും കൂടി സ്ട്രെച്ച് ചെയ്ത് നോക്കി. ഈ ക്ലോണിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ക്ലോണിന് മാറ്റം ഉണ്ടോ? ഇല്ല. ജസ്റ്റ് അതിലുള്ള ഏതെങ്കിലും ഒരു ക്ലോണിനെ എടുത്തിട്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കി. ഇല്ല അല്ലെ, 4 തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അപ്പൊ അതാണ് കോപ്പി. കോപ്പിന്റെ അകത്തുള്ള കോപ്പി ഓപ്ഷൻ ആണെങ്കിൽ പാരന്റ് ഒബ്ജക്റ്റും ക്ലോൺ ഒബ്ജക്റ്റ് ആയിട്ട് പിന്നെ ഒരു ബന്ധം ഉണ്ടാവില്ല. ജസ്റ്റ് അത് എന്ത് ചെയ്തു, സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ആയിട്ട് തന്നെ മാറി, മറ്റൊരു ഒബ്ജക്റ്റ് ആയിട്ട് അത് മാറി. അത് തമ്മിൽ പിന്നെ ഒരു കണക്ഷൻ ഒന്നുമില്ല, ലിങ്ക് ഒന്നുമില്ല. ഓക്കെ, രണ്ടാമത്തത് ഇൻസ്റ്റൻസ് വെച്ചിട്ടാണ് ചെയ്തത്. ഇൻസ്റ്റൻസിന്റെ പാരന്റ് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടുന്ന് സ്ട്രെച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് കുറച്ചൊന്നും ഇങ്ങനെ ചേഞ്ച് ചെയ്തു. കോമ്പണന്റ് പോലെ ഉണ്ട്.
ഓക്കെ, അപ്പൊ എന്ത് ഓട്ടോമാറ്റിക്കലി അതിന്റെ ക്ലോണും അതേപോലെ ചേഞ്ച് ആയി. അപ്പൊ അവിടെ എന്തിന്റെ ഒരു ലിങ്ക് ഉണ്ട്. ഇനി ക്ലോണിനെ സെലക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് ചെയ്ത് നോക്കിയ അപ്പയോ ആ 4ഉം എങ്ങനെ അത് ചേഞ്ച് ചെയ്താലും 4 മാറും. ഇപ്പൊ നമ്മളിപ്പോ ഒരു ടേബിളിന്റെ ചുറ്റും ഒരു 6 ചെയർ ഇട്ടു, ഒരു റൗണ്ട് ടേബിളിന്റെ ചുറ്റും 6 ചെയർ ഇട്ടു. അതിനെ കോപ്പി വിത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇൻസ്റ്റൻസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത പിന്നെ ഒരു സമയത്ത് നമ്മൾ വിചാരിക്കാണ് ആ ചെയറിന്റെ ഏതെങ്കിലും ഒരു കമ്പി വേണ്ടെന്ന് നമ്മൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കി. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ബാക്കിയുള്ള ചെയറിന് മാറിക്കോളും. ബ്ലോക്സ് ചെയ്യുന്ന പോലെ തന്നെ. എന്ത് ചെയ്യുന്ന പോലെ തന്നെ? കാഡിൽ ബ്ലോക്സ് ചെയ്യുന്ന പോലെ. ആ അതെ, കാഡിൽ ബ്ലോക്കിൽ അതെ, ഒന്ന് ചേഞ്ച് ചെയ്താൽ അതുപോലെ തന്നെ അതും വന്നു. ഓക്കെ, പക്ഷെ കാഡിൽ ബ്ലോക്ക് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലോക്ക് പക്ഷെ അതിന്റെ എവിടെ ഒരു ഭാഗം അവിടെ ഉണ്ടാവും. അതുപോലെ ഒന്നും ഇതില്ല കേട്ടോ. ഒബ്ജക്റ്റിന്റെ എല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയി പോയി. വ്യത്യാസം എന്ന് വെച്ചാൽ ഒന്ന് ചേഞ്ച് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളതും ചേഞ്ച് ആവും. അതാണ് ഇൻസ്റ്റൻസ്. അപ്പൊ മൂന്നാമത്തത് റെഫറൻസ് അല്ലേ. പാരന്റ് എടുത്തു, ജസ്റ്റ് ഇതിനെ ചേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, പാരന്റ് ചേഞ്ച് ചെയ്താൽ ക്ലോൺ എന്തായാലും ചേഞ്ച് ആവുന്ന മനസ്സിലായി. പാരന്റ് ചേഞ്ച് ചെയ്താൽ ക്ലോൺ എന്തായാലും ചേഞ്ച് ആവും. ഇവിടെ ഓപ്ഷൻസ് എടുക്കുമ്പോൾ നോക്കാം, ഇവിടെ സ്ട്രെച്ച്, ടീപോട്ട് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ ആണ് ഇവിടെ ഉള്ളത്. എല്ലാ ഒബ്ജക്റ്റിനും ഇതില് ക്ലോണിൽ എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു ബ്ലാക്ക് ലൈൻ എക്സ്ട്രാ വരുന്നത് കാണുന്നുണ്ടോ? പാരന്റ് എടുത്ത സമയത്തോ വേറെ ഓപ്ഷൻ എടുത്തപ്പോ ഒന്നും ഇവിടെ ഇല്ല, ഇവിടെ 2 ഓപ്ഷനുകളായിരുന്നു. അതേസമയം ക്ലോണിനെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കാണാൻ ഒരു ഓപ്ഷൻസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് അല്ലെ ഒരു ബ്ലാക്ക് സംഭവം. ഞാൻ ഈ സ്ട്രെച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഈ വൈറ്റിന്റെ ബട്ടണിന്റെ മേലെ പേസ്റ്റ് കൊടുത്തു. എന്താ വന്നേ? അതിന്റെ മേലേക്ക് അത് എടുത്ത സമയത്ത് ആ ചേഞ്ച് അതിന് മാത്രമേ വന്നിട്ടുള്ളൂ, ബാക്കിയുള്ള ഒബ്ജക്റ്റുകൾക്ക് ഒന്നും വന്നിട്ടില്ല. ക്ലോണിനെ ചേഞ്ച് ചെയ്യും ഒരു ഓപ്ഷൻ അതിന് മാത്രമേ വന്നുള്ളൂ. എന്നിട്ട് അതിൽ ഞാൻ വന്നിട്ട് ഇത് അവിടുന്ന് അതിനെ സ്ട്രെച്ച് ചെയ്യാനാണെങ്കിൽ അല്ലേ, പിന്നെ അതിന്റെ ജിസ്മോ എടുത്തിട്ട് ഇത്ര വേണ്ട, കുറച്ച് താഴ്ത്തി വെക്കണം. ലിമിറ്റ് കുറച്ച് താഴ്ത്തി വെക്കണം. ഈ ഗിസ്മോ എന്ന് പറയുന്നത് എന്താണ്? അത് ഇതിന്റെ ഒരു ചേഞ്ച് ചെയ്യാനുള്ള സംഭവം. ഞാൻ ജസ്റ്റ് മോഡിഫിക്കേഷൻ സ്ട്രെച്ച് ചെയ്യാൻ എടുത്തിട്ടില്ല, സ്ട്രെച്ചിന്റെ അകത്ത് വരുന്നതാണ്. എനിക്ക് വേറെ ഓപ്ഷൻസ് ഇത് കാണിക്കാൻ ഇതേ വഴിയുള്ളൂ, അതുകൊണ്ട് കാണിച്ചാണ്. കണ്ടില്ല, ഓരോ ഷേപ്പ് മാറ്റാനുള്ള സാധനമാണ് ഈ ഗിസ്മോ. കൺട്രോൾ ചെയ്യാൻ കഴിയും. അതെ. ഇപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് കാണാം ഈ ക്ലോണുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അടുത്ത ക്ലോണിനെടുത്തു, ഈ സ്ട്രെച്ചിനെ എടുത്തിട്ട് പിന്നെ അവിടുന്ന് ഒരു കോപ്പി എടുത്തിട്ട് ഇതിന്റെ മേലെ കൊണ്ടുപോയിട്ട് പേസ്റ്റ്. അതായത് ഈ മേലേക്കാണ് പേസ്റ്റ് ചെയ്യുന്നത്. ഈ മേലെ ഇടുന്നതൊന്നും ഇവിടെ താഴത്തേക്കുള്ള ബാക്കിലിന്റെ എഫക്ട് വരില്ല. അപ്പം അതിന്റെ ജിസ്മോ ഇതേപോലെ തന്നെ എടുത്തിട്ട് അത് കുറച്ചും കൂടി പൊക്കി വെച്ചെടുത്തു. എന്നിട്ട് അതിന്റെ ചേഞ്ച് ചെയ്തു. ഈ എഫക്റ്റുകൾ എവിടെ വരുത്തണം എന്നുള്ള ഇതാണ് ജിസ്മോ എന്നൊക്കെ പറയുമ്പോൾ. അല്ലേ, അത് വേറെ രീതിയിലുള്ള അതെ, വേറെ ഷേപ്പാണ്. അപ്പൊ അതാണ് റെഫറൻസ്. പാരന്റ് ചേഞ്ച് ചെയ്താൽ ക്ലോണ് ചേഞ്ച് ആവും. ക്ലോണ് ചേഞ്ച് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ പാരന്റിനെ ചേഞ്ച് ചെയ്യിപ്പിക്കാം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ പാരന്റിനെ ചേഞ്ച് ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഈ ക്ലോണിന് കൊടുത്ത ഇതേ ഓപ്ഷൻ ബാക്കി എല്ലാത്തിനും വരണമായിരുന്നു എന്ന് വിചാരിക്കാം. എന്ത് ചെയ്താൽ മതി? അടിയിലത്തെ സ്ട്രെച്ച് അല്ല, ഈ മേലുള്ള സ്ട്രെച്ചിനെ എടുത്തിട്ട് താഴോട്ടേക്ക് ഇട്ടാൽ സെയിം ചേഞ്ചസ് തന്നെ വരണമെന്നുണ്ടെങ്കിൽ അതെ, സെയിം മേലുള്ള ചേഞ്ച് ഒക്കെ എല്ലാത്തിനും വരണമെന്നുണ്ടെങ്കിൽ അതിനടുത്ത് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാത്തിനും വന്നു. അതിലുള്ള ഏതെങ്കിലും ഒരു ചേഞ്ച് എല്ലാത്തിനും വേണ്ടാന്നുണ്ടെങ്കിൽ അതിനടുത്ത് മേലോട്ടേക്ക് ഇട്ടാൽ ആ ചേഞ്ച് പോയി. ഓക്കെ, ഇതാണ് റെഫറൻസ്. നമ്മൾ ഓരോ സ്ട്രെച്ച് ചെയ്യുന്ന ഓരോ പ്രാവശ്യം നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അത് ഓരോരോ പുതിയ സ്ട്രെച്ച് ആയിട്ടാണോ കിടക്കുക? അതോ അതെ, പുതിയ സ്ട്രെച്ച് ആയിട്ട് പുതിയതായിട്ടാണ് കിടക്കുക. ഓരോരോ പ്രാവശ്യം ആദ്യമുള്ള ഒബ്ജക്റ്റിന് ഒരു സ്ട്രെച്ച് കൊടുക്കുമ്പോൾ അതൊരു ഷേപ്പിലേക്ക് മാറി. ആ ഷേപ്പ് മാറി ഒബ്ജക്റ്റിന് രണ്ടാമത് കൊടുക്കുമ്പോൾ അത് വേറെ രീതിയിലേക്ക് മാറി. അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. സ്ട്രെച്ച് എടുക്കുന്ന ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത
സ്ട്രെച്ചിന് നമുക്ക് മോഡിഫൈ ചെയ്യാൻ കഴിയില്ലല്ലോ. അതായത് നമ്മള് ഓൾറെഡി ഇപ്പൊ ആ ബാറിന്റെ താഴെ കിടക്കുന്ന ഒരു സ്ട്രെച്ച് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ അത് നമുക്ക് വീണ്ടും അതില് തന്നെ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാല് എല്ലാ 4 ഒബ്ജക്റ്റും ചേഞ്ച് ആവും. ഓക്കെ. അപ്പൊ അത് ആ വരുത്തിയ ചേഞ്ചസില് വീണ്ടും ആ സ്ട്രെച്ച് വീണ്ടും നമുക്ക് മോഡിഫൈ ചെയ്യാൻ കഴിയില്ലല്ലോ. കഴിയുമല്ലേ? കഴിയും. എപ്പോ വേണമെങ്കിലും ഇത് പിന്നെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് അവിടെ ഉണ്ടാവും. പിന്നെ എപ്പോ വേണമെങ്കിലും ഏത് ചേഞ്ച് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം കോപ്പിന്റെ അകത്തുള്ള 3 ഓപ്ഷൻസ് ക്ലിയർ ആണോ? ആദ്യത്തെ കോപ്പി എന്ന് പറഞ്ഞാൽ പാരന്റും ക്ലോണും തമ്മിൽ പിന്നെ ഒരു ലിങ്കും ഇല്ല, മൊത്തം ചേഞ്ച് ചെയ്തു സെപ്പറേറ്റ് വേറൊരു ഒബ്ജക്റ്റ് തന്നെ ആയിട്ട് മാറി. അതിന്റെ മറ്റേ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റിയെടുക്കാം. അത് പാരന്റിലേക്കോ ബാക്കിയിലേക്കോ എഫക്ട് ചെയ്യില്ല. ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പാരന്റ് ചേഞ്ച് ചെയ്താൽ ക്ലോണ് ചേഞ്ച് ആവും, ക്ലോണ് ചേഞ്ച് ചെയ്താൽ പാരന്റും ചേഞ്ച് ആവും. റെഫറൻസ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന സ്ട്രെച്ച് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നല്ലോ നമുക്ക്, ബ്ലാക്ക് ബാർ, അത് അതിനുള്ള അതിന്റെ പേരെന്ത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് മോഡിഫയർ ആണ്. മോഡിഫയർ ഒക്കെ എടുക്കാം. മോഡിഫയർ ഇപ്പോഴേ പറഞ്ഞാൽ ശരിയല്ല. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് മോഡിഫൈൻ്റെ അകത്ത് വന്നിട്ട് ഇവിടെ മോഡിഫയർ ലിസ്റ്റ് എന്ന് കാണാം. അതിൽ സ്ട്രെച്ച് മാത്രം എടുത്തിട്ട് വെറുതെ കളിച്ച് നോക്കാന്നേ ഉള്ളൂ. അല്ലേ? ബാക്കി ഞാൻ ഓപ്ഷൻസ് എടുത്തതിന് ശേഷം ചെയ്ത് നോക്കിയാൽ മതി. പേര് പറയുന്നുണ്ടോ നമ്മള്? മോഡിഫയർ ലിസ്റ്റിലുള്ള സാധനങ്ങൾക്ക് ഒരു പേരുണ്ടോ അങ്ങനെ? ഈ മോഡിഫയർ ലിസ്റ്റിലുള്ളത് ഓരോന്നിനും ഇതിപ്പോ പേരുണ്ടോ? ജനറൽ ആയിട്ട് പറയുന്ന ഓരോരോ പേരിലാണ്. മോഡിഫയർ ലിസ്റ്റിൽ സ്ട്രെച്ച് ഉണ്ട്, ഷെല്ല് ഉണ്ട്, ഇതുപോലെ കുറെ ഇതൊക്കെ മോഡിഫയറുകളാണ്. ഈ മോഡിഫയർ കൊടുത്തപ്പാണ് ഈ ഷേപ്പ് ഇങ്ങനെയായി മാറി. അതെ, മോഡിഫയർ. ഓക്കെ. ഇതാ ഇവിടെ ഇപ്പൊ നമ്മളൊരു ടീപോട്ട് ആയിരുന്നു കയ്യിലുള്ളത് അല്ലേ? ആ ടീപോട്ടിന്റെ മോഡിഫൈയിൽ വന്നിട്ട് ഇത് മോഡിഫൈ ആണ്, മോഡിഫയർ ഇല്ല, മോഡിഫൈ. ഈ മോഡിഫൈൻ്റെ അകത്ത് ഹാൻഡിലും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു കപ്പാണ്. ആ കപ്പിനെ ജസ്റ്റ് മോഡിഫയർ ലിസ്റ്റിൽ വന്നിട്ട് സ്ട്രെച്ച് എന്ന മോഡിഫയർ ആഡ് ചെയ്ത് ഇവിടുന്ന് കുറച്ച് സ്ട്രെച്ച് ചെയ്തപ്പോൾ അത് സാധാരണ നോർമൽ കപ്പായിട്ട് മാറി. ഹലോ, ഇത്രയൊക്കെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ചെയ്ത് നോക്കാം. അത്രയും ചെയ്താൽ ഈ മോഡിഫയർ ലിസ്റ്റിൽ സ്ട്രെച്ച്, ബാക്കിയുള്ളത് ഞാൻ എടുക്കാം. ഒരു 4ാമത്തെ ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം. ഇന്ന് ഇത്ര നോക്കാം. ഇത്രയും നല്ല ഇന്നത്തെ ടോപ്പിക് കഴിഞ്ഞില്ല. ഈ ഒരു ഭാഗത്തുള്ള സ്ട്രെച്ച് വരെ നോക്കാം. ഓക്കെ. അപ്പൊ മൂവ് വിത്ത് കോപ്പി, റൊട്ടേറ്റ് വിത്ത് കോപ്പി, സ്കെയിൽ വിത്ത് കോപ്പി. സെപ്പറേറ്റ് ആയിട്ട് ഇനി പറയേണ്ട ആവശ്യമുണ്ടോ? മൂവ് വിത്ത് കോപ്പി അല്ല, റൊട്ടേറ്റ് വിത്ത് കോപ്പി. ഒന്നും കൂടി വേണേ ഇത് അവിടെ നിന്ന് കാണിച്ചു തരാം. റൊട്ടേറ്റ് ആണ് എടുക്കുന്നത്. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി. അതിലും കോപ്പി, ഇൻസ്റ്റൻസ്, റെഫറൻസ് എന്ന ഓപ്ഷൻസ് ഉണ്ടാവും. ഇൻസ്റ്റൻസ് ആണ് ഇട്ട് വെക്കുന്നത് വെച്ചാൽ ജസ്റ്റ് ഒന്നിനെ ചേഞ്ച് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി മറ്റൊന്നും ചേഞ്ച് ആവും. ഓക്കെ, ക്ലിയർ? അത് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. മൂവ് വിത്ത് കോപ്പി, റൊട്ടേറ്റ് വിത്ത് കോപ്പി, സ്കെയിൽ വിത്ത് കോപ്പി. അത് ചെയ്യണമെങ്കിൽ മൂവിന്റെ കൂടെ പ്ലസ് ഷിഫ്റ്റ്, റൊട്ടേറ്റിംഗിന്റെ കൂടെ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട്, സ്കെയിലിന്റെ കൂടെ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് അത് എന്താണോ ചെയ്യുന്നത് ആ ചേഞ്ച് വരുത്തിയാൽ മതി. ട്രാൻസ്ഫോർമേഷൻ നമ്മൾ മൗസ് ഇങ്ങനെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ആണ് ചെയ്യുന്നത്. മൂവ് ചെയ്യുമ്പോൾ പിടിച്ച് ഡ്രാഗ് ചെയ്ത് നീക്കി വെക്കാണ്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓർബിറ്റിന്റെ മുകളിൽ പിടിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാണ്. സ്കെയിൽ ചെയ്യുന്ന സമയത്തും അത് നമ്മൾ എക്സ് ആക്സിലേക്കുള്ള സ്ട്രെച്ച് ആണെങ്കിൽ അങ്ങനെ, അതല്ല ഏരിയ സ്ട്രെച്ച് ആണെങ്കിൽ അങ്ങനെ. അപ്പൊ ആ സമയത്തൊക്കെ ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ അത് കോപ്പിയാണ്. പിന്നെ അതിൽ നോട്ട് ചെയ്ത് വെക്കുക. കോപ്പി ഓപ്ഷന്റെ അകത്ത് ഓണ് 3 ടൈപ്പിലുണ്ട്: കോപ്പി, ഇൻസ്റ്റൻസ്, റെഫറൻസ്. കോപ്പി എന്ന് പറഞ്ഞാൽ പാരന്റും ക്ലോണും തമ്മിൽ ഒരു ചേഞ്ചും ഇല്ല, രണ്ടും തമ്മിൽ ലിങ്ക് ഇല്ല, സെപ്പറേറ്റ് ആണ്. ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പാരന്റ് ചേഞ്ച് ഹലോ, കേൾക്കുന്നില്ലല്ലോ.